ഹലോ, ഗുഡ് ഈവനിങ് എവ്രി വൺ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. ഞാൻ റഹ്മത്ത്, വിൻബിൾ അക്കാദമി കൗൺസിലറാണ്. വിൻബിൾ അക്കാദമിയുടെ കീഴിൽ സംഘടിപ്പിക്കുന്ന ഫ്രീ വെബിനാറിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ദിനേന എന്നോണം നമ്മൾ വ്യത്യസ്തമായ ടോപ്പിക്കുകൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് നമ്മുടെ യാത്ര ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണല്ലേ. സോ നമ്മൾ ഇത്തരത്തിൽ ഇന്ന് പുതിയൊരു ടോപ്പിക്കുമായിട്ട് ഒത്തുകൂടിയിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിലും നിങ്ങളുടെ വിലപ്പെട്ട സമയം മാറ്റിവെച്ച് ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ ലേണേഴ്സിനെയും ഞാൻ ഈ ഒരു അവസരത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യാണ്. നമുക്കറിയാം, മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിനെ സംബന്ധിച്ച് ഒരുപാട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നമ്മളെല്ലാവരും അപ്പോൾ അതിനനുസരിച്ച് അപ്ഡേറ്റഡ് ആവണം, ഒരുപാട് നോളജുകൾ പഠിക്കണം, പുതിയ തെറാപ്പികൾ പഠിക്കണം. ആ ഒരു രീതിയിൽ നമ്മുടെ കരിയറിൽ നമുക്ക് ഒന്നും കൂടി തിളങ്ങാൻ സാധിക്കും അല്ലെ. സോ അത്തരത്തില് സൈക്കോളജി, സൈക്കോ തെറാപ്പി മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് ആവശ്യമായിട്ടുള്ള തെറാപ്പി സെഷന്റെ വർക്ക്ഷോപ്പുകൾ, അതുപോലെ ഫ്രീ വെബിനാർസ്, ഒരുപാട് നോളജുകൾ നൽകുകയാണ് വിൻബിൾ അക്കാദമിയിലൂടെ നമ്മൾ ചെയ്തു പോരുന്നത്. അത്തരത്തിൽ നമ്മൾ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിനെ സംബന്ധിച്ച് നമ്മൾ പലപ്പോഴും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പലപ്പോഴും നമ്മളൊരു എക്സാമിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സ്കോർ നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദ്ദേശത്തോടെ ആണെങ്കിലും നമ്മുടെ ഒരു കരിയറിലോട്ട് ഇറങ്ങുന്ന ടൈമിൽ നമ്മൾ അതിലൊന്നും കൂടി സ്കിൽഡ് അപ്പോഴാണ് പല ബ്ലോക്കുകളും നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മൾ അതിലൊന്നും കൂടി അപ്ഡേറ്റഡ് ആവേണ്ടതായിട്ടുണ്ടാവും, ഒരുപാട് സ്കിൽഡ് ആവേണ്ടതായിട്ടുണ്ടാവും. ഒരു ടോപ്പിക്കിൽ തന്നെ അതിന്റെ ഇന്നർ ഡെപ്തിലെ കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ടാവും. സോ അത്തരത്തിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് നോളജുകളാണ് നമ്മുടെ ഒരു ഫ്രീ വെബിനാറിലും മറ്റുമായിട്ട് നമ്മൾ സംഘടിപ്പിച്ചു പോരുന്നത്. സോ അത്തരത്തിൽ നമ്മൾ ഇന്ന് സെലക്ട് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ദ പാത്ത് വേ ഓഫ് എ ഗുഡ് സൈക്കോളജിസ്റ്റ് എന്നുള്ള മനോഹരമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മുടെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള നമ്മുടെ നിസാവ് സാറാണ്. സാർ ഒരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്, സൈക്കോ തെറാപ്പിസ്റ്റ് ആണ്. വിൻബിൾ അക്കാദമിയിൽ തന്നെ ഒരുപാട് പേര് അറ്റൻഡ് ചെയ്യുന്ന ഒരു CBT വർക്ക്ഷോപ്പ് സാറാണ് നടത്തി വരുന്നത്. അതിന്റെ ന്യൂ ബാച്ച് 25th ബാച്ച് നമ്മൾ നാളെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. CBT കൂടാതെ തന്നെ BMT, DBT, സ്റ്റുഡൻസ് കൗൺസിലിംഗ് തുടങ്ങി ഒട്ടനവധി തെറാപ്പി സെഷൻ സാറ് നടത്തി വരുന്നു. സോ ഈ ഒരു അവസരത്തിൽ സാറിന് ഒരുപാട് സെഷൻസ് അറ്റൻഡ് ചെയ്ത പല മുഖങ്ങളും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷം. ആദ്യം തന്നെ ഈ അവസരത്തിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ലേണേഴ്സിനെയും നമ്മുടെ ഒരു വെബിനാറിലോട്ട് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടി നിസാർ സാറിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. സാർ, പ്ലീസ് വെൽക്കം. താങ്ക് യു സോ മച്ച്. Thank you, Rahmat. Okay, good evening. എന്താണ് വിശേഷങ്ങളൊക്കെ? പുതിയതായിട്ട് എന്തെങ്കിലും? നമ്മളിപ്പോൾ 2 ആഴ്ച അടുപ്പിച്ച് ഇങ്ങനെ കണ്ടു, കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും പുതിയൊരു ടോപ്പിക്കായിട്ട്, പുതിയതല്ല, ഈ ഒരു ടോപ്പിക് കേൾക്കുമ്പോൾ തന്നെ അറിയാം. പിന്നെ ഇതൊക്കെ നിരന്തരമായിട്ട് നമ്മൾ കേൾക്കുന്നതാണ്, കാണുന്നതാണ്, അറിയുന്നതാണ്. എങ്കിൽ പോലും നമുക്ക് പല മേഖലകളിലും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ചില ഏരിയാസ് ഉണ്ട്. റഹ്മത്ത് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു അവയർനെസ് നേടുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും ഒരു ഒരു മരണം വരെ അത് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വലിയ കുഴപ്പങ്ങൾ എപ്പോഴും ആ നോളജ് നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒരു സൈക്കോളജി മേഖലയിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ, അറ്റ്ലീസ്റ്റ് നമ്മളൊരു PG അല്ലെ ഡിഗ്രിയോ കഴിഞ്ഞ സമയത്ത് നമ്മളെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ചോദിക്കുകയാണ്, അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും നമ്മളോട് ചോദിക്കും, നീ സൈക്കോളജി ഒക്കെ കഴിഞ്ഞതല്ലേ, എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട്, നിനക്കൊന്ന് കേൾക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഈ ഒരു ചോദ്യങ്ങൾക്ക് ഞാനടക്കമുള്ള പലരും ഇത് അനുഭവിച്ചിട്ടുള്ളതാണ്. ഈ ഒരു ചോദ്യം കേൾക്കുമ്പോൾ അതുവരെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. പക്ഷേ ഈ ഒരു ചോദ്യം നമുക്ക് എന്ത് ചെയ്യും, വല്ലാത്തൊരു ഹൈ ആയിട്ടുള്ള ഒരു ആങ്സൈറ്റി നമ്മൾ ആ സമയത്ത് നമ്മളെ പിടികൂടും. അതാണ് ശരിക്കും നമ്മളൊരു സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. സൈക്കോളജി ഫീൽഡിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ് എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സെഷനിൽ വന്നിട്ടുള്ള എല്ലാവർക്കും എൻ്റെ ഒരു സന്തോഷം അറിയിക്കുകയാണ്. നമ്മുടെ ഒരുപാട് എല്ലാവരും അറിയുന്നവരാണ്, കൂടുതലായിട്ട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. എങ്കിൽ പോലും എൻ്റെ പേര് നിസാബാണ്. ഇപ്പം ഞാൻ അബുദാബിയിൽ നിന്നാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു മേഖലയായിട്ട് തന്നെയാണ് കുറേ കാലം ഇവിടെ വർക്ക് ചെയ്യുന്നത്. സ്ലൈഡ് കാണുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ട് സാർ. ഓക്കെ. അപ്പോൾ നമ്മൾ ഒരു സൈക്കോളജി പഠിക്കുന്നത് എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് ഒരു മനുഷ്യൻ്റെ ഒരു പെരുമാറ്റത്തിനെ,
അല്ലെങ്കിൽ ഡീപ്പായിട്ട് ഒരാളുടെ സ്വഭാവത്തെക്കുറിച്ച് പഠിക്കാനാണ് സാധാരണ ഒരു സൈക്കോളജി എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ്റെ പെരുമാറ്റത്തിൻ്റെ ഒരു ശൈലി, അതേപോലെ ആ ഒരു പെരുമാറ്റത്തിന് കാരണങ്ങൾ എന്തൊക്കെയാണ്, ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ മരണം വരെ, ഒരു ജെറിയാട്രിക് സ്റ്റേജ് വരെ, ടെർമിനേഷൻ സ്റ്റേജ് വരെ നമ്മൾ സൈക്കോളജിയിൽ പൂർണ്ണമായിട്ട് പഠിക്കുന്നുണ്ട്. ഒരു കുട്ടി ജനിക്കുന്നതിന് മുമ്പ് തന്നെ എങ്ങനെയൊക്കെയാണ് രൂപാന്തരപ്പെട്ടിട്ടുള്ളത്, അത് മുതൽ ആ കുട്ടിയുടെ ജീവിതത്തിൽ എന്തൊക്കെ ഡെവലപ്മെൻ്റ് ആണ് പൂർണ്ണമായിട്ട് നടക്കുന്നത്, ഏതൊക്കെ രീതിയിലാണ് അവരെ ബാധിക്കുന്നത്, അത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടുമുള്ള പഠനമാണ് സൈക്കോളജി എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അതിലുപരി നമുക്ക് ഈ ഒരു നോളജ് ഉണ്ടായാൽ മാത്രം മതിയോ? നമ്മളിപ്പോൾ നോളജ് ഉണ്ടാക്കൽ ചിലപ്പോൾ ഇതേപോലെ ക്ലാസ്സുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ വർക്ക്ഷോപ്പുകൾ ഇതല്ല. പക്ഷെ നമുക്ക് ബേസിക് ആയിട്ടൊരു ക്വാളിഫൈഡ് വേണം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണിപ്പോൾ ഒന്നുകിൽ BA BSc എന്ന്, അത് BA BSc എന്ന് പറയുമ്പോൾ അടിസ്ഥാനമായിട്ടുള്ളൊരു നോളജാണ് എന്താണ് സൈക്കോളജി. പിന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഈ ഒരു ഡിഗ്രി വേർഷനിൽ തുടങ്ങുന്നത്. ഇനി MA MScയിലൊക്കെ വരുന്ന സമയത്ത് ഡീപ്പായിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള പലതരത്തിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡറുകളും, അതേപോലെ തെറാപ്പി, കുറേ സൈക്കോ തെറാപ്പിയിലെ പ്രധാനപ്പെട്ട തെറാപ്പി ഡീപ്പായിട്ടൊന്നും ഇല്ലെങ്കിലും ചില ഡെഫിനേഷനും കാര്യങ്ങളുമായിട്ട് അതങ്ങനെ പോകും. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നത് MPhil ആണ്, ക്ലിനിക്കൽ ബേസ് ആയിട്ട് ഒരു ഡോക്ടറേറ്റ്, ഒരു റിസർച്ച് പരമായിട്ടുള്ള നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള ഓരോ സ്വഭാവം റിസർച്ച് ചെയ്ത് പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവിടെ എത്തുമ്പോൾ നമ്മളൊരു പൂർണ്ണമാവും. ഒരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ കൺസൾട്ടൻറ്റ് സൈക്കോളജി, സൈക്കാട്രിസ്റ്റ് എന്ന ലെവലിൽ നമ്മൾ പൂർണ്ണമായും. അപ്പോൾ നമുക്ക് ഈ ഒരു മേഖലയിൽ പോകണമെങ്കിൽ ആദ്യം ബേസിക് ആയിട്ടുള്ള ഒരു ക്വാളിഫൈഡ് വേണം. അതല്ലാതെ നമ്മൾ ഏതോ ഒരു പിന്നെ കൗൺസിലിംഗ് കോഴ്സ് ഡിപ്ലോമ കഴിഞ്ഞു അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പോകുമ്പോൾ നമുക്ക് എവിടെ എത്താൻ കഴിയില്ല. അപ്പോൾ എത്താൻ കഴിയില്ല, ചിലപ്പോൾ വർക്ക് ചെയ്യുന്ന കുറേ ആളുകളുണ്ടാവും. പക്ഷെ സ്പെസിഫൈഡ് എന്തെങ്കിലും ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നമ്മൾ ആ ഒരു നമ്മൾ ആ എത്തിക്സ് ഒന്നും ഫോളോ ചെയ്യാത്ത ഒരാളാണെങ്കിൽ എന്തെങ്കിലും ഒരു കേസ് വന്ന് നമ്മൾ പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചോദിക്കേണ്ടത് നമ്മുടെ ക്വാളിഫിക്കേഷനാണ്. എന്താണ് നിങ്ങൾ ക്വാളിഫിക്കേഷൻ? അവിടെ പ്രശ്നമാവും. അപ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റ് നോക്കുന്ന സമയത്ത് സൈക്കോളജി റിലേറ്റഡ് ഒരു കൗൺസിലിംഗ് ഡിപ്ലോമ മാത്രമേ ഉള്ളൂ, വേറൊന്നും നമ്മുടെ കയ്യിലില്ല. അപ്പോൾ അവിടെ പ്രശ്നങ്ങൾ തുടങ്ങും. അറ്റ്ലീസ്റ്റ് ഈ മേഖലയ്ക്ക് പോകുന്ന ആളുകൾ ഇതൊരു ബേസിക് ആയിട്ടുള്ള ഒരു അടിസ്ഥാനമായിട്ട് തന്നെ ഒരു ഡിഗ്രീസ് നമ്മുടെ കൂടെ വെക്കുന്നത് നിർബന്ധമാണ്. ഇനിയിപ്പോൾ ഈ ഒരു ഡിഗ്രി ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ടുള്ള ഒരു ഗെയിൻസ്, അതായത് കോർ സ്കില്ലുകൾ, ഒരു സൈക്കോളജിസ്റ്റിന് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടത്, ഒരു നല്ല സൈക്കോളജിസ്റ്റ് ആവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇമോഷണൽ ഇൻ്റലിജൻസ് തന്നെയാണ്. സ്വന്തം വികാരങ്ങളെ തിരിച്ചറിയാനുള്ള ഒരു മെൻറ്റാലിറ്റി നമുക്ക് വേണം. അല്ലെങ്കിൽ അതേപോലെ മറ്റുള്ള ആളുകളുടെ പിന്നെ വികാരങ്ങളെ തിരിച്ചറിയാൻ, ഇമോഷൻസിനൊക്കെ തിരിച്ചറിയാനും അതൊക്കെ നിയന്ത്രിക്കാൻ. അപ്പോൾ നമ്മളിപ്പോൾ കൗൺസിലറാണ്, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്കുണ്ടാകുന്നൊരു അഗ്രഷന്, സ്വന്തം വീട്ടിലെ പ്രശ്നങ്ങൾ തീർക്കാൻ നമുക്ക് കഴിയുന്നില്ല, അല്ല സ്വന്തം കുട്ടികളെ നമുക്ക് നല്ലോണം വളർത്താൻ പറ്റുന്നില്ല, എന്നും വീട്ടിൽ പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നം കഴിഞ്ഞ് നേരെ ക്ലിനിക്കിലേക്ക്, ഓഫീസിലേക്ക്, എവിടെയാണ് നമ്മൾ കൗൺസിലിംഗ് സെൻറ്റർ അവിടേക്ക് ഇരിക്കുകയാണ്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അടങ്ങിയിരിക്കാൻ പറ്റുമോ? ഒരു വളരെ സങ്കടത്തോടു കൂടി നമ്മളെ മുമ്പിൽ വരുന്ന ഒരു ക്ലയൻറ്റ് കഥ പറഞ്ഞു തുടങ്ങുകയാണ്, സങ്കടങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മൈൻഡ് എവിടെയാണ്? നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾ, നമ്മുടെ സ്ട്രെസ് ലെവൽ ഹൈ ആയിരിക്കും. അപ്പോൾ അയാൾ പറഞ്ഞത് എന്താണോ, അല്ലെങ്കിൽ ഈ ക്ലയൻറ്റ് നമ്മളോട് ഏത് രീതിയിൽ സംസാരിച്ചതൊന്നും ഓർമ്മയുണ്ടാവില്ല. ഓർമ്മയുണ്ടെങ്കിൽ പോലും വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാവില്ല. അപ്പോൾ ഈ ക്ലയൻറ്റിനോട് നമ്മൾ വീണ്ടും റിപ്പീറ്റഡായി ചോദിക്കും, നിങ്ങൾ എന്താണ് അന്ന് സംഭവിച്ചത്, വിശദമായിട്ട് പറയൂ എന്നുള്ളത്. ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഈ ഒരു ക്ലയൻറ്റിനെ അടുത്ത സെഷനിൽ വരാനുള്ള സാധ്യതകൾ കുറവായിരിക്കും. കാരണം ഈ ഒരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് വന്നിട്ട്, അല്ലെങ്കിൽ ഈ ഒരു കൗൺസിലർ അടുത്ത് വന്നിട്ട് എനിക്ക് ഒരു കാര്യമില്ല എന്നുള്ളത്. കാരണം അയാളുടെ ശ്രദ്ധ മൊത്തം സ്വന്തം ലൈഫിൽ പോലും എവിടെയോ ഓടി പാഞ്ഞ് നടക്കുകയാണ്. എൻ്റെ ഇതിലേക്ക്, പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് ഈ ഒരു തെറാപ്പിസ്റ്റ് എത്തുന്നില്ല എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതേപോലെ എമ്പതി ആൻഡ് ആക്റ്റീവ് ലിസണിങ് എന്ന് പറയുന്നത്. എമ്പതി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ക്ലയൻറ്റ് നമ്മുടെ മുമ്പിൽ വരുന്ന സമയത്ത് പൂർണ്ണമായിട്ടും അവരോട് കൂടെ കരഞ്ഞ് കാണിക്കുക, അല്ല സ്നേഹത്തോടെ കാണിക്കുക എന്നുള്ളതല്ല. അതേപോലെ നമ്മളങ്ങനെ കാണിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് പ്രശ്നങ്ങൾ തുടങ്ങുകയാണ്. നമ്മൾ എന്തിനാണ് അവരെ കൂടെ കരയണത്? എന്തിനാണ് ഇത്രയും വലിയൊരു എമ്പതി അവിടെ കാണിക്കേണ്ടത്? ആവശ്യമില്ല. ആസ് എ പ്രൊഫഷണൽ നമ്മളൊരു ജോലിക്കാരനാണ്, നമ്മളൊരു തെറാപ്പിസ്റ്റാണ്, നമ്മളൊരു കൗൺസിലറാണ്. ആ ഒരു ക്വാളിഫൈഡ് നമ്മളെപ്പോഴും അവിടെ കാണിക്കണം. കാരണം 50% നമുക്ക് സ്വയം നമുക്ക് കൊടുക്കണം, 50% ക്ലയൻറ്റിനാണ് കൊടുക്കേണ്ടത്. ഒരു സെഷൻ നമ്മുടെ മുമ്പിൽ ഒരാൾ ക്ലയൻറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ എത്ര, ഈ ഒരു 50% എന്ന് പറയുമ്പോൾ ഈ കേസ് പറഞ്ഞു തുടങ്ങിയ സമയത്ത് മുതൽ
ഈ ക്ലയൻറ്റിന് ഞാൻ എന്താണ് കൊടുക്കാൻ പറ്റുക എന്നുള്ളൊരു ചിന്ത നമുക്ക് എപ്പോഴും വേണം. നമ്മുടെ മുമ്പിൽ ഒരുപാട് തെറാപ്പീസുകളുണ്ട്, ഒരുപാട് ആക്ടിവിറ്റീസുകളുണ്ട്. ഇത് ഏതാ കൊടുക്കണം തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ആ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ നമ്മൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ ഈ ഒരു എമ്പതിയും കാണിച്ചുകൊണ്ടിരുന്നാൽ, അല്ലെങ്കിൽ ആക്റ്റീവ് ലിസണിങ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം പൂർണ്ണമായിട്ട് അതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ടെക്നിക്കൊന്നും നമുക്ക് കിട്ടാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ഇത് ഈ പറഞ്ഞ എമ്പതിയും ആക്റ്റീവ് ലിസണും ഒക്കെ നിർബന്ധമുള്ള കാര്യമാണ്. അപ്പോൾ ഒരു ബൗണ്ടറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം അവിടെ കൊണ്ടുവരണം. എൻ്റെ എമ്പതി ഇത്രേ പോകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പൂർണ്ണമായിട്ടും ആക്ടിവ് അയാളെ മുഖത്തേക്ക് ഐ കോണ്ടാക്ട് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റിൽ പ്ലാൻ ഒന്നും റെഡിയാക്കാൻ പറ്റില്ല. ഇയാൾക്ക് കൊടുക്കേണ്ട ഗോൾ സെറ്റിങ്സ് ഒന്നും എനിക്ക് കിട്ടില്ല എന്നുള്ള ഒരു തോട്ട് അവിടെ വരാനുള്ള സാധ്യത കൊണ്ട്. അപ്പോൾ വളരെയധികം സൂക്ഷ്മതയോട് ശ്രദ്ധിക്കേണ്ടതാണ് എമ്പതി ആൻഡ് ആക്റ്റീവ് ലിസൺ. കാരണം എല്ലാവരും കേൾക്കുന്നത് എമ്പതിയും സിമ്പതിയും ഒരുപാട് കേൾക്കുക, ആക്റ്റീവ് ലിസൺ ആണ്. നമ്മൾ ആദ്യം പഠിക്കുന്ന ഒരു വാക്കാണ് കൗൺസിലിങ്ങിൻ്റെ ഒരു സൈക്കോളജി പഠിക്കുന്ന സമയത്ത്. പിന്നെ അതേപോലെ കൊഗ്നിറ്റീവ് ബിഹേവിയർ അണ്ടർസ്റ്റാൻഡിങ് ആണ്. അവിടെ സ്വയം ചിന്തകൾ എങ്ങോട്ടാണ് പോകുന്നത്, സ്വന്തം ഇമോഷൻസുകൾ എന്തൊക്കെയാണ് പോകുന്നത്, സ്വന്തം സ്വഭാവം എന്തൊക്കെയാണ് എന്ന് തിരിച്ചറിവ് നമുക്ക് വേണം. വീട്ടിലൊരു സ്വഭാവം, അല്ലെങ്കിൽ ക്ലയൻറ്റ് പിന്നെ അതേപോലെ ക്ലിനിക്കിലൊരു സ്വഭാവം, നാട്ടുകാർക്ക് മുമ്പിലൊരു സ്വഭാവം, അതാവരുത്. നമുക്ക് വെൽ പ്ലാൻഡ് ആയിട്ട് വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള നമ്മൾ മറ്റുള്ള ആളുകളെ മനസ്സിലാക്കാനും വളരെ നല്ല ചിന്തകൾ നമ്മുടെ കൂടെ വേണം. പ്രശ്നങ്ങൾ വരികയാണ്, ഒരുപാട് പ്രശ്നങ്ങളില്ലാത്ത ആളുകളുണ്ട്. അപ്പോൾ സാധാരണയായി നമുക്കൊക്കെ, എനിക്ക് തന്നെ ഇപ്പോൾ ഒരു 2-3 കേസുകൾ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും സ്ട്രെസ് ലെവൽ ഉണ്ടെങ്കിൽ ഞാൻ ആ കേസ് എടുക്കാറില്ല. എന്തിനെടുക്കണത്, നമുക്കെന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത കാരണം ഞാനൊരു ഒരാൾ മാത്രമല്ലല്ലോ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ളത്. നമുക്ക് പേഴ്സണലായിട്ട് ഒരുപാട് സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും. അത് മറ്റുള്ള ആളുകൾക്ക് എന്താണ് ഒരു പ്രയാസമല്ല. അവർ നമ്മളെ ഓപ്പോസിറ്റ് അതേ പാറ്റേണിൽ ഒരാൾ വരുന്ന സമയത്ത് അവിടെ ഒരു ലിങ്ക് ആവാൻ പാടില്ല. അപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് നമ്മൾ റെസ്റ്റ് എടുക്കണം. നമ്മുടെ ചിന്തകൾക്ക് എന്താണ് ഫ്രീ ആക്കി വിടണം. നമ്മുടെ ഇമോഷൻസ് സ്വയം മനസ്സിലാക്കി കുടുംബത്തിന് വേണ്ടി നമ്മൾ സമയം കൊടുക്കണം. ഇതൊക്കെ എന്താണ് ബിഹേവിയറുമായിട്ടുള്ള ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ലെവലാണ്. അതേ സമയത്ത് മോട്ടിവേഷൻ ആൻഡ് എൻഹാൻസ്മെൻറ്റ്, അതായത് സ്വയം ഒരു മോട്ടിവേറ്റ് ആവണം എല്ലാത്തിനും. വരുന്ന ആളുകൾക്ക് മാത്രം മോട്ടിവേഷൻ കൊടുത്താൽ പോരാ. സ്വയമായിട്ട് ഇന്ന സബ്ജക്റ്റിൽ ഞാൻ, അല്ലെങ്കിൽ സൈക്കോളജി ഞാൻ വളരെയധികം എത്തിക്സ് ഉള്ള ഒരാളാണ്. ചില കേസുകൾ വരുന്ന സമയത്ത് കൺസെൻറ്റ് ഫോം ഇല്ല. ചില കേസുകൾ, ചില തോന്നുന്ന കേസുകൾ കൺസെൻറ്റ് ഫോം സൈൻ ചെയ്യുന്നു. അത് പാടില്ല. ഒരു സ്വയമായിട്ട് എന്താണ് ഞാൻ പഠിച്ച സൈക്കോളജി തിയററ്റിക്കൽ ഇതാണ്, അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ട് എനിക്ക് കിട്ടിയ ഇൻറ്റേൺഷിപ്പ് ഇതൊക്കെയാണ്, ഈ എത്തിക്സ് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ, അത് മാക്സിമം ഫോളോ ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. ആ ഫോളോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പെർഫോമൻസ് വളരെ ഹൈ ആയി ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന പെർഫോമൻസ് ആണത്. അപ്പോൾ ആ രീതിയിൽ എന്താണ് നമുക്ക് വളരെ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയണം. എല്ലാം ക്ലയൻറ്റിന് ഇട്ട് നമ്മളെ കഴിവ് മൊത്തം ക്ലയൻറ്റിന് കൊടുക്കുക എന്നുള്ളതല്ല. നമുക്ക് സ്വയം നമ്മൾ തന്നെ ഉപയോഗിച്ച് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതായിരിക്കണം. എന്നാൽ മാത്രമേ ഒരു യഥാർത്ഥ ഒരു കൗൺസിലർ ആവാനുള്ള സാധ്യത നമുക്കുണ്ടോ. പിന്നെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ വളരെ വ്യക്തത, വളരെ മനോഹരമായിട്ട് നമുക്ക് സംസാരിക്കാൻ കഴിയണം. അതായത് പിന്നെ ചില ആളുകൾ ചോദിക്കുന്ന കേട്ടാൽ ചിലപ്പോൾ ക്ലയൻറ്റ് തന്നെ ചിലപ്പോൾ ഒന്നും മനസ്സിലായിക്കോണമെന്നില്ല. എന്തൊക്കെയോ ഒരു തല ഇങ്ങനെ മൂക്ക് വളഞ്ഞ് പിടിച്ച് മരിക്കാറില്ലേ, ആ ഒരു രീതിയിൽ എന്താണ് ചില ചോദ്യങ്ങൾ വളരെ ക്ലയൻറ്റിന് തന്നെ ബുദ്ധിമുട്ടാകുന്നത്. നമുക്ക് അവരോട് ചോദിക്കുകയാണ് നിങ്ങളെ നിലവിലുള്ള പ്രയാസങ്ങൾ എന്തൊക്കെയാണ്. ചില ക്ലയൻറ്റുകൾ പിന്നെ ഈ പറഞ്ഞ ആ ഒരു കൗൺസിലർ ചോദിക്കുകയാണ് എന്താണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ. ഈ പ്രശ്നവും പ്രയാസവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മൾ പ്രശ്നം എന്ന് ഉപയോഗിക്കുമ്പോൾ ക്ലയൻറ്റ് സ്വയം ചിന്തിക്കുകയാണ് ഞാൻ വലിയ എന്തോ പ്രശ്നക്കാരനാണ് എന്ന് ഇയാൾക്ക് ഒരേ അറിയാം. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് കാര്യമൊന്നുമില്ല, എന്തെങ്കിലും തട്ടിമുട്ടി സമയം കളഞ്ഞ് അങ്ങോട്ട് പോകാം എന്നുള്ളത്. അതേ സമയത്ത് നമ്മൾ വളരെ മനോഹരമായിട്ടൊരു ചോദ്യങ്ങൾ, എന്തൊക്കെയാണ് നിലവിലുള്ള പ്രയാസങ്ങൾ, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നിട്ടുള്ളത്, ആരാണ് എൻ്റെ നമ്പർ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്, പിന്നെ ആരെങ്കിലും കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ. ഈ ഒരു രീതിയിൽ നമ്മൾ മനോഹരമായ നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്താണ് വളരെയധികം പിന്നെ അവിടെ റെഡിയാക്കേണ്ടത്. അതേപോലെ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ. ചില ക്ലയൻറ്റുകൾ നമ്മൾ ഇതേപോലെ എത്ര മനോഹരമായി ചോദിച്ചു കഴിഞ്ഞാലും അവിടെ പ്രശ്നങ്ങൾ അവരുണ്ടാക്കും. അവർ പറയും എന്താണ്, ഞാൻ പറഞ്ഞ പ്രശ്നത്തിന് പരിഹാരം നിങ്ങൾ കണ്ടാൽ മതി, ആവശ്യവും അനാവശ്യമായിട്ടുള്ള ചില ചോദ്യങ്ങളും എന്നോട് നീ ചോദിക്കാൻ പാടില്ല. ചില പ്രത്യേകിച്ച് പേഴ്സണാലിറ്റി ട്രൈറ്റുള്ള ആളുകൾ എന്താണ്, അവർ ചിലപ്പോൾ നമുക്ക് ഒരു വളരെയധികം വാക്കേറ്റം വരെ ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ആ സമയത്തൊക്കെ എന്താണ് നമുക്ക് ഒരൊറ്റ ഒരു രീതിയിൽ മാത്രം നമ്മൾ കാമായിരിക്കുക. ആ പറഞ്ഞ സിറ്റുവേഷൻ മാക്സിമം എന്താണ് അവരെ ഒന്ന് റിലാക്സ് ആക്കാവുന്ന രീതിയിൽ അങ്ങനത്തെ കോൺഫ്ലിക്റ്റുകൾ നമ്മൾ മാക്സിമം റെസൊല്യൂഷൻ ഒരു ക്യാൻസലേഷൻ ആക്കി കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഇനി അടുത്തൊരു പോയിന്റാണ് റെക്കഗ്നൈസ്
ട്രാൻസ്ഫറബിൾ സ്കില്ല് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം മറ്റുള്ള രീതിയിൽ ഏതൊക്കെ രീതിയിൽ നമ്മുടെ ക്വാളിഫൈഡ് ആയിട്ടുള്ള നമ്മുടെ സ്കില്ലുകൾ എങ്ങനെയൊക്കെ കഴിവ് തിരിച്ചറിയാനും അത് ഏതൊക്കെ രീതിയിൽ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനും നമ്മൾക്ക് കഴിയണം. ഒരു സൈക്കോളജിയിൽ നമ്മൾ എന്തൊക്കെ തിയറികൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ സൈക്കോ ഡൈനാമിക് നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ സൈക്കോ ഡൈനാമിക് എന്ന് പറയുന്നത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു തിയറിറ്റിക്കൽ അൺകോൺഷ്യസ് മൈൻഡ്, കോൺഷ്യസ് മൈൻഡ്, അതേപോലെ സബ് കോൺഷ്യസ് മൈൻഡ്. അപ്പോൾ ഒരു ക്ലയൻറ്റ് വന്ന ഈ ഒരു ഏറ്റവും വലിയ മികച്ചു നിൽക്കുന്ന ഒരു തെറാപ്പി തന്നെയാണ് ഈ സൈക്കോ ഡൈനാമിക്. ഏത് സെഷനിൽ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഒരു മനുഷ്യൻ്റെ മനസ്സിലേക്ക് ഉള്ളിൽ കിടക്കുന്ന സാധനങ്ങൾ നുഴഞ്ഞെടുക്കാനും അൺകോൺഷ്യസ് മൈൻഡ് കിടക്കുന്ന അവരുടെ ചിന്തകളെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ റിസ്ക്കാണ്. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്ന ഒരുപാട് ടൂൾസുകൾ ഇന്നുണ്ട്. അപ്പോൾ നമ്മൾ നമുക്കതിൽ ക്വാളിഫൈഡ് ആണ്, നമുക്ക് പൂർണ്ണമായിട്ട് അറിയാം. അപ്പോൾ ധൈര്യത്തോടു കൂടി നമുക്കത് ഉപയോഗിക്കാൻ നമുക്ക് അവിടെ കയറാം. അത് അവിടെ ആരെയും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരൊറ്റ കാരണം കൊണ്ട് നമ്മുടെ കരിയർ എന്താണ്? നിങ്ങളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാന്ന് വിചാരിച്ചോളി. നിങ്ങളെ അവിടെ സാലറിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആ ഒരു സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്ന ക്ലയൻറ്റിന് കൊടുക്കുകയാണ്. ആ ക്ലയൻറ്റ് വന്ന് പറഞ്ഞ് അയാൾ ഓക്കെ, ആ ക്ലയൻറ്റ് വേറൊരാളോട് പറയാം ഇന്നൊരു സൈക്കോളജിസ്റ്റ് ഉണ്ട് അവിടെ, അയാളുടെ അടുത്ത് പോയിക്കോളി. അവിടെ നമ്മുടെ കരിയർ അങ്ങനെ ഡെവലപ്മെൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതേപോലെ റിലേഷൻഷിപ്പ് ഈ 1-ൽ നിന്നും 2-ലേക്ക് പോയി 3-ൽ നിന്നും 10-ലേക്ക് ഇങ്ങനെ ചുറ്റുപാടുള്ള പല ആളുകളും നമ്മളെ തിരിഞ്ഞ് വല്ലാത്തൊരു റിലേഷൻഷിപ്പായി. പിന്നെ ഒരു ടീം വർക്ക്. നമ്മുടെ കൂടെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ക്ലയൻറ്റിന് നമുക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം, നമുക്ക് ഒരുപാട് ക്ലയൻറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് കൂടെ ജൂനിയേഴ്സിന് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളെ സൂപ്പർവൈസറായിട്ട് മറ്റുള്ളതാണ്. ആ ഒരു ടീം വർക്കായിട്ട് എന്ത് ചെയ്യും? ആ സ്ഥാപനത്തും വളരും, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പ്രൊഫഷണലായിട്ട് നമ്മളും വളരും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഗോൾ സെറ്റിംഗ് ആൻഡ് ബിഹേവിയർ ചേഞ്ചസ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. നമ്മുടെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. എന്താണ് സൈക്കോളജി നമ്മൾ പഠിച്ചു, ഞാൻ ഏത് മേഖലയിലേക്കാണ് പോകേണ്ടത്? സൈക്കോളജിയിൽ ഒരുപാട് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അറിയേണ്ടത്, നിങ്ങൾ സൈക്കോളജിസ്റ്റായി പഠിക്കുന്ന സമയത്ത് പഠിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ബിഹേവിയർ തെറാപ്പിസ്റ്റ് ആണോ, അല്ലെങ്കിൽ ഒരു സൈക്കോ തെറാപ്പിസ്റ്റ് ആവണോ, അല്ലെങ്കിൽ ഒരു ചൈൽഡ് സൈക്കോളജിസ്റ്റ് ആവണോ, അല്ലെങ്കിൽ ഒരു സാധാ കൗൺസിലർ ആവണോ, അല്ലെങ്കിൽ കപ്പിൾ തെറാപ്പിസ്റ്റ്, എന്തെങ്കിലും ഒരു സ്പെസിഫിക്കേഷൻ എടുക്കുന്നത് നല്ലതാണ്. കാരണം ഓവറോൾ നമുക്ക് എല്ലാ കേസുകളും നമുക്ക് എടുക്കാം. പക്ഷേ ഒന്നിൽ നമ്മൾ പൂർണ്ണമായിട്ടും അറിവ് നേടുന്നത് നല്ലതാണ്. സൈക്കോ തെറാപ്പി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 10-15 തെറാപ്പികൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് കേസുകൾ എന്താ അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക. പിന്നെ മറ്റുള്ള കേസുകൾ വരുന്ന സമയത്ത് ഈ ഒരു തെറാപ്പി കൊണ്ട് തന്നെ നമുക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അപ്പോൾ ഈ ഒരു കുറേ മറ്റുള്ള പോലെ ഒരുപാട് ടൂൾസും കാര്യങ്ങളും നമുക്ക് ആവശ്യമില്ല. നമ്മുടെ നിലവിലുള്ള ടൂൾസ് വെച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതേപോലെ എന്ത് കേസുകൾ വന്ന റെഫറൽ ഒരു കേസ് നമ്മളടുത്ത് വന്നു കഴിഞ്ഞാൽ അത് ഇവാലുവേറ്റ് ചെയ്യണം. വന്ന ഉടനെ അവരെ പ്രശ്നങ്ങൾ കേൾക്കുക. അല്ലെങ്കിൽ അതിന് പുറമെ നമ്മൾ ആദ്യം അവരോട് ചോദിക്കേണ്ടതെന്നാണ്, ഇതൊരു റെഫറൽ കേസ് ആണോ? അതിനെപ്പറ്റി ഒരു വിശകലനം ചെയ്യാനും അല്ലെങ്കിൽ ആ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ അതിനൊരു പരിഹാരം. കാരണം അവർ പല സെഷന് പല ആളുകളുടെ അടുത്ത് പോയിട്ട് എന്തുകൊണ്ടാണ് എൻ്റെ അടുത്ത് വന്നിട്ടുള്ളത്, ചിലപ്പോൾ അവർ അന്വേഷിച്ച് വന്നത് നമുക്ക് എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ഉണ്ടാവാം, അതായിരിക്കണം. അപ്പോൾ ആ ഒരു വ്യത്യസ്തമായിട്ടുള്ള മറ്റുള്ള ആളുകൾ കൊടുത്തതുപോലെയുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ആയിരിക്കരുത് നമ്മൾ വ്യത്യസ്തമായിരിക്കണം. അവരെ വന്ന സമയത്ത് അവരെ ട്രീറ്റ് ചെയ്യേണ്ടത്, നമ്മൾ വരുന്ന സമയത്ത് അവരെ സ്വീകരിക്കേണ്ടത് ഒക്കെ മനോഹരമായിരിക്കണം. ആ രീതിയിലായിരിക്കണം നമ്മൾ ഗോൾ സെറ്റിംഗ്, ബിഹേവിയർ ചേഞ്ചസും. പിന്നെ പ്രോബ്ലം സോൾവിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ആണ്. കാരണം എന്തൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും എന്നതിന് പകരം എനിക്ക് എന്താണ് ഇതിൽ ചെയ്യാൻ പറ്റുക എന്ന് ചിന്തിച്ച് നോക്കുക. ചില ആളുകൾ പല ഓൺലൈൻ കേസുകളൊക്കെ വന്ന് അപ്പം തന്നെ റെഫർ ചെയ്യും, അല്ലെ കൂട്ടുകാർക്കോ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിലേക്കൊക്കെ എനിക്ക് ഇങ്ങനെ കേസ് വന്നിട്ടുണ്ട്, എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, സാറിന് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റും. റെഫർ ചെയ്യുന്നതൊക്കെ നല്ലത്, ഏറ്റവും നല്ല ക്വാളിറ്റി അത് തന്നെയാണ് റെഫർ ചെയ്യാൻ. പക്ഷെ അതിനെ റെഫർ ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് എന്താണ് ഈ ഒരു കേസിൽ വന്നിട്ടുള്ളത്, എൻ്റെ അടുത്ത് ഒരാൾ വന്ന് പറഞ്ഞിട്ടുള്ള പ്രയാസമാണ്. ആ പ്രയാസത്തിൽ അറ്റ്ലീസ്റ്റ് ഒരു 5% എനിക്ക് ആ ഒരു റിലാക്സേഷൻ എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതെൻ്റെ ഒരു ക്വാളിറ്റിയാണ്. അതാണ് ഒരു പ്രോബ്ലം സോൾവിങ്. എന്ത് പ്രശ്നങ്ങൾ വന്നാൽ നമ്മൾ ഇടപെടുക, അവരെ കേസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു കൊടുക്കുക. പറ്റാത്ത സാഹചര്യമാകുമ്പോൾ മറ്റുള്ള ആളുകളോട് ചോദിക്കുക, മറ്റുള്ള ആളുകളെ ഹെൽപ്പ് ചോദിക്കുക. പിന്നെ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുമ്പോൾ ചില സമയത്ത് പല കേസുകളും വരും. ആ കേസുകൾ വരുന്ന സമയത്ത് ഈ നാട്ടിലുള്ള എല്ലാ കേസും ഞാൻ തന്നെ ശരിയായി കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. നമുക്ക് പറ്റുന്നത് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന കേസുകൾ മാത്രം എടുക്കുക.
ചില ആളുകൾ എന്താണ് ഈ ഒരു കോഴ്സൊക്കെ കഴിഞ്ഞ് ഇന്റേൺഷിപ്പ് ഒക്കെ കഴിഞ്ഞ് 2-3 കേസ് സക്സസീവ് ആയി കഴിഞ്ഞാൽ വല്ലാത്തൊരു വാശിയായിരിക്കും, വല്ലാത്ത എൻകറേജ്മെന്റ് ആയിരിക്കും എന്തു വന്നാലും ഏറ്റെടുക്കുക എന്നുള്ളത്. അപ്പോൾ എന്തു വന്നാലും ഏറ്റെടുക്കുന്ന സമയത്ത് അവർക്ക് പിന്നെ പതിയെ പതിയെ അവിടെ കൺഫ്യൂഷൻ ആവും. ആദ്യത്തെ ആ ഒരു ആവേശമൊന്നും പിന്നത്തെ കേസുകൾ കണ്ടുകൊള്ളണമെന്നില്ല. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഈ ഒരു കേസ് കേട്ടിട്ട് എന്നെ കൊണ്ട് പറ്റും എന്നുള്ളത് മാക്സിമം ചെയ്തു കൊടുക്കുക. അത് റിസൾട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് എന്താണ്, അടുത്ത സെഷൻ എപ്പോഴാണ് നമ്മൾ പ്ലാൻ ചെയ്യാൻ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്കത് ഓക്കെ ആക്കി എടുക്കാം. അതല്ലാതെ വന്ന പാടം തന്നെ അയാൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സെഷൻ പ്ലാൻ ചെയ്യുക, വെറുതെ സമയം വേസ്റ്റ് ആക്കുക, അങ്ങനെയൊക്കെ ആ രീതിയിൽ ഒരിക്കലും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവാൻ പാടില്ല. പിന്നെ ഇമോഷണൽ റെഗുലേഷൻ ആൻഡ് സ്ട്രെസ് മാനേജ്മെന്റ്. നമുക്കെന്താണ് സ്വന്തം ഇമോഷൻസിനെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നിയന്ത്രിക്കാനുള്ള കഴിവ്, അതേപോലെ നമുക്ക് സ്വയമായിട്ട് എന്തൊരു ആത്മശാന്തി, എപ്പോഴാണ് നമുക്കൊരു സന്തോഷവും അതൊക്കെ നമുക്ക് പ്രകടിപ്പിക്കാം. മറ്റുള്ള ആളുകളുടെ മുമ്പിൽ നമ്മളെപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്, പക്ഷെ ഉള്ളറിഞ്ഞിട്ട് ഒരിക്കൽ പോലും നമ്മളെ മുമ്പിൽ നമുക്ക് സ്വയം ചിരിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ചിലപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വളരെയധികം ഹാപ്പി ആയിരിക്കും, ചിരിക്കുന്നുണ്ടാകും, പക്ഷെ എൻ്റെ വീട്ടിലെ അവസ്ഥ എന്തായിരിക്കും, സംസാരം കുറവായിരിക്കും, കുട്ടികളുമായിട്ട് വലിയ ഇടപഴകില്ല. അതാവരുത്. നമുക്ക് നമ്മുടെ സ്വയം പേഴ്സണൽ ലൈഫിനെ വിട്ടിട്ട് ഒരിക്കലും എന്താണ് സൈക്കോളജി മാത്രം കരിയർ മാത്രമായിട്ട് കൊണ്ടുപോകാൻ പാടില്ല. പിന്നെ ഇന്റർപേഴ്സണൽ സ്കിൽ ആൻഡ് റാപ്പോർട്ട് ബിൽഡിംഗ്. നമുക്ക് സ്വയമായിട്ട് എന്താ മറ്റുള്ളവരുമായിട്ടുള്ള ഒരു വിശ്വാസം നമ്മൾ എപ്പോഴും ഉണ്ടാക്കിയെടുക്കണം. ക്ലയൻറ്റുകൾ മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടുകൾ ആരുണ്ട്, നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ആരുണ്ട്, നമ്മുടെ ഫ്രണ്ട് സർക്കിൾ ആരൊക്കെ ഉണ്ട്, സൈക്കോളജി റിലേറ്റഡ് നമുക്ക് എത്ര സുഹൃത്തുക്കളുണ്ട്, അവരൊക്കെ ഇടയ്ക്കൊക്കെ മെസ്സേജ് അയച്ചിട്ടും അവരുമായിട്ട് നല്ലൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക. കാരണം ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ, നമുക്കൊരു എമർജൻസി കേസ് വന്നാൽ നമുക്ക് റെഫർ ചെയ്യാം അവരുടെ അടുത്തേക്ക്. എനിക്കൊരു കേസ് വന്നിട്ടുണ്ട്, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, നിന്റെ അഭിപ്രായം എന്താണ് ഇതിലേക്കുള്ളത്, അത് നമുക്ക് ചോദിക്കാം. ഇതെല്ലാം എന്താണ്, ക്ലയൻറ്റിന് മാത്രം അവരുടെ ഇന്റർപേഴ്സണൽ സ്കില്ലുകൾ കണ്ടെത്തുക, അവർ റാപ്പോർട്ട് ബിൽഡപ്പ് ആയിരിക്കരുത്. നമ്മൾ സ്വയമായിട്ടല്ല, നമ്മുടെ സ്കില്ലുകൾ നമുക്ക് സ്വയം ആപ്ലിക്കബിൾ ആണോ എന്നുള്ളത് കറക്റ്റായിട്ട് അന്വേഷിക്കുക, കണ്ടെത്തുക എന്നുള്ളത്. പിന്നെ ഫീഡ്ബാക്ക് ആൻഡ് റിഫ്ലക്ഷൻ മെത്തേഡ്. സ്വന്തം പ്രവർത്തനങ്ങൾ, ഒരു കേസ് ഇവാലുവേഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്വയമായിട്ട് ഒരു കേസിൻ്റെ സാധാരണ നമ്മൾ MSc റിപ്പോർട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ വെക്കും. സാധാരണ ഞാനൊക്കെ എഴുതി വെക്കുന്നതാണ് ഇവാലുവേഷൻ റിവ്യൂ, ദിസ് ഇസ് മൈ ഇവാലുവേഷൻ റിപ്പോർട്ടാണ്. അതായത് ഈ ഒരു കേസിൽ ഞാൻ എന്താണ് കൊടുത്തത്, MSc റിപ്പോർട്ട് ചിലപ്പോൾ അതിൻ്റെ പൂർണ്ണമായിട്ട് ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ടാവും, പക്ഷേ ഈ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള നമ്മളൊരു CID എന്നൊക്കെ പറയാറില്ലേ, ഒരു ക്യൂരിയോസിറ്റി ആ കേസിൽ, അതിപ്പോൾ നമ്മൾ പേഴ്സണലായിട്ട് ഒരു വൈറ്റ് പേപ്പർ എടുക്കുക, എന്നിട്ട് റിഫ്ലക്ഷൻ മെത്തേഡ് പോലെ നമ്മൾ സ്വയമായിട്ട് ആ കേസിനെ കുറിച്ചിട്ടും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെക്കുക. ഇപ്പോൾ അടുത്ത സെഷന് വരുന്ന സമയത്ത് ചിലപ്പോൾ 2 ആഴ്ച 3 ആഴ്ച, ഇപ്പോൾ ചില ക്ലയൻറ്റുകൾ ലോങ് ആയിട്ടായിരിക്കും വരിക, അപ്പോൾ നമുക്ക് ആ പറഞ്ഞ കേസൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ അതേ സമയത്ത് ഈ ഒരു സെഷൻ കഴിഞ്ഞ് നമ്മൾ ഇവാലുവേഷൻ റിപ്പോർട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി, ഇന്ന പ്രയാസമായിട്ടായിരുന്നു ആ ക്ലയൻറ്റ് വന്നിട്ടുള്ളത്, അതുകൊണ്ട് ഏകദേശം നമുക്കൊരു ഐഡിയാസ് കിട്ടും എന്തൊക്കെയാണ് അടുത്തൊരു ട്രീറ്റ്മെൻറ്റ് പ്ലാനിലേക്ക് ആ ക്ലയൻറ്റിന് കൊടുക്കേണ്ടത് എന്നുള്ളത്. ഓക്കെ, ഇതുവരെ ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അടുത്തത് ലേൺ ഫോർ കൗൺസിലിംഗ് കോച്ചിങ് എന്നുള്ള അടുത്തൊരു പോയിന്റ്. പിന്നെ കൗൺസിലിങ്ങിൽ ഏറ്റവും കൂടുതൽ ചില തത്വങ്ങളും അതേപോലെ തിയറീസുകളും അതേപോലെ അത് റിലേറ്റഡുമായിട്ടുള്ള ഒരു കോപ്പിംഗ് ഘടകങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടതാണ് ഓർഗനൈസേഷൻ ബിഹേവിയർ ആൻഡ് കൾച്ചറൽ ഡൈനാമിക് എന്നുള്ളത്. അപ്പോൾ നമുക്ക് സാധാരണമായിട്ട് ഒരു വ്യക്തികളെ അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ കീഴിൽ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഏതൊക്കെ രീതിയിൽ നമ്മുടെ പേഴ്സണൽ ഈ ഒരു കരിയർ മാത്രം നോക്കാതെ ഒരു ഓർഗനൈസേഷൻ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് കൂടി നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെയധികം എന്താണ് നമുക്ക് കുറച്ചുകൂടി ഗ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു സമയത്ത് അങ്ങനത്തെ വരുന്ന ആളുകളുമായിട്ട് അല്ലെങ്കിൽ സാംസ്കാരികമായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കിയിട്ടായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു മോഡലാണ് ഓർഗനൈസേഷൻ ബിഹേവിയർ മോഡൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡലാണ്. ഗ്രോ ആണ് ആദ്യം. എങ്ങനെയാണ് വളരേണ്ടത്, നമ്മൾ എങ്ങനത്തെ കേസുകളാണ് എടുക്കേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് കൗൺസിലിംഗ് നമ്മൾ നടത്തേണ്ടത്, എത്ര ഫീസ് നമ്മൾ വാങ്ങണം, എത്ര സെഷന് വാങ്ങണം, ഇതൊക്കെ നമ്മൾ ഗ്രോ ചെയ്യാനുള്ള പാർട്ടാണ്. അതേ സമയത്ത് ക്ലിയർ എന്ന് പറയുമ്പോൾ വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റി നമ്മൾ കൊടുക്കണം. ഞാനൊരു കൗൺസിലറാണ്, ഇന്ന സമയത്ത് അവൈലബിൾ ആണ്, അതേപോലെ ഓൺലൈനിലാണെങ്കിൽ ഇന്ന ഫീസ് ഞാൻ വാങ്ങും, അല്ലെങ്കിൽ ഓഫ്ലൈനിലാണെങ്കിൽ ഇന്ന രീതിയിൽ ഞാൻ വാങ്ങും, എൻ്റെ റൂൾസുകൾ ഇന്നതൊക്കെയാണ്,
ഒരു മണിക്കൂർ സെഷൻ ഇത്രയാവും, അങ്ങനെ ആ ഒരു വ്യക്തമായിട്ട് നമ്മുടെ കാര്യങ്ങൾ വരുന്ന ആളുകൾക്കാണെങ്കിലും അവരുടെ പ്രശ്നങ്ങൾ എന്താണ് മുഖത്ത് നോക്കി കാര്യങ്ങൾ ചില ആളുകൾക്ക് ഉണ്ടാവും. നമുക്കുണ്ടാവുന്ന ചില ആങ്സൈറ്റികളാണ് ഈ ഒരു ചോദ്യം ഞാൻ ആ ക്ലയൻറ്റിന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലയൻറ്റ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ അല്ലെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാക്കുമോ എന്നുള്ളത്. അതൊന്നും നമ്മൾ അറിയണ്ട. നമ്മളെ മനസ്സിൽ വരുന്ന ചോദ്യങ്ങൾ ആ കേസുമായിട്ട് എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള സംശയാത്മകമായിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ ദൈവത്താൽ നമുക്ക് തരുന്ന ഒരു കാര്യങ്ങളാണ് തോട്ട്. അപ്പോൾ ആ തോട്ട് ഒരിക്കലും എന്താണ് ക്യാൻസലാക്കാൻ പാടില്ല എന്നുള്ളതാണ്. അടുത്ത സ്മാർട്ടാണ്. എപ്പോഴും എന്താണ് ഒരു സ്മാർട്ടായിരിക്കുക എന്നുള്ളത്. അപ്പോൾ അവശ നിലയിൽ നമുക്ക് എന്തെങ്കിലും ശാരീരികമായിട്ടും എന്തെങ്കിലും അസുഖമുള്ള സമയത്തൊക്കെ നമ്മൾ സെഷൻ എടുക്കുമ്പോൾ അതിനെ വല്ലാതെ രീതിയിൽ നമ്മളെ ബാധിക്കാനുള്ള സാധ്യത നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും അതിനെ ബാധിക്കും. അപ്പോൾ അതിൽ കറക്റ്റായിട്ട് ഒരു അറ്റൻഷൻ നമുക്ക് ഉണ്ടാവില്ല. അവർ പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതൊക്കെ അതിൻ്റേതായിട്ടുള്ള രീതിയിലുണ്ട്. പിന്നെ പെർഫോമൻസ് മെട്രിക് ആൻഡ് ഗോൾസ് ട്രാക്കിംഗ്. ഇപ്പോൾ ക്ലയൻറ്റിൻ്റെ ഒരു പുരോഗതി നിശ്ചയിക്കുക എന്നുള്ളതാണ്. കറക്റ്റായിട്ട് എന്താണ് നമ്മളെ വരുന്ന ക്ലയൻറ്റുകൾക്ക് അവരെ പുരോഗതി ചില കേസുകൾ അവിടെ നിന്ന് ഒരു 1-2 സെഷൻ കഴിഞ്ഞ് നമുക്ക് കാശും കിട്ടി അങ്ങനെ ആവരുത്. കറക്റ്റായിട്ട് എന്താണ് അവരെ പുരോഗതി മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ അന്വേഷിക്കുക എന്താണ് ഈ ഒരു ക്ലയൻറ്റിന് മാറ്റങ്ങൾ, ഇപ്പോൾ 2-3 സെഷൻ പിന്നെ വന്നിട്ടില്ലല്ലോ, എന്താണ് നമ്മൾ കൊടുത്തൊന്നും അവർക്ക് പറ്റിയിട്ടില്ലേ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പിന്നെ ഭാഗത്തേക്ക് അവർ പോയിട്ടുണ്ടോ എന്നിട്ടുള്ള വിശദമായിട്ടുള്ള ഒരു മെട്രിക്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ സ്ട്രാറ്റജിക് തിങ്കിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ് തന്നെയാണ്. വലിയ രൂപത്തിലൊന്നും നമുക്കൊരു കേസിനെ പറ്റി ചിന്തിക്കേണ്ട. വന്ന പഠന കേസ് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് കശങ്കലമായിട്ട് ചിന്തിക്കുക എന്ന് പറയാറില്ല. അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ക്ലയൻറ്റ് നോർമലായിട്ട് അവർ കരച്ചിലാണോ സങ്കടമാണോ എങ്ങനെയാണ് അവർ കാര്യങ്ങൾ പറഞ്ഞോട്ടെ. നമ്മൾ കൂളായിട്ട് നമ്മളത് കേൾക്കാനുള്ള രീതി നമ്മുടെ മൈൻഡ് ദ പ്രസൻറ്റ് മൊമെൻറ്റിൽ ഞാനിപ്പോൾ ക്ലയൻറ്റിൻ്റെ കൂടെയാണ്. അതിന് ചിലപ്പോൾ സെഷൻ എടുക്കുന്നതിന് മുമ്പ് ആണെങ്കിൽ നമുക്ക് സ്വയമായിട്ടൊരു ഗ്രൗണ്ടിങ് ടെക്നിക്കുകളൊക്കെ ഒന്ന് എടുക്കുക. ഒരു ചെറിയൊരു റിലാക്സേഷൻ മെത്തേഡുകൾ കുറച്ചൊരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു സെഷൻ നമുക്ക് മനോഹരമാക്കി എടുക്കാൻ പറ്റും. ഇനി അടുത്തത് സ്ട്രെങ്തൻ പ്രൊഫഷണൽ ബ്രാൻഡിങ് ആണ്. നമുക്കിങ്ങനെ ഈ ഒരു പഠിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ പിന്നെ ഈ രീതിയിൽ നമ്മൾ കുറേയൊക്കെ അങ്ങോട്ട് പോയിട്ട് കൊണ്ട് കാര്യമില്ല. നമ്മുടെ പ്രൊഫഷൻ എന്താണ് വളരെയധികം സ്ട്രെങ്ത് ഉണ്ടാക്കിയെടുക്കണം. അതിന് നമുക്ക് അതിൻ്റെ നമുക്ക് ഉണ്ടായിരുന്ന സ്കില്ലുകൾ ഏതൊക്കെ രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ആളുകളുമായിട്ട് ഏതൊക്കെ രീതിയിലാണ് ട്രസ്റ്റ് ഉണ്ടാക്കേണ്ടത്, അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ആദ്യം നമ്മളെ ഈ ഒരു ബിൽഡ് എ പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സൈക്കോളജിസ്റ്റാണ്, ഇപ്പോൾ നിലവിൽ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ എന്താണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടുകൾ കറക്റ്റായിട്ട് നോക്കണം. എന്നെ ആരൊക്കെ അറിയാം, എൻ്റെ ഈ ഒരു പിന്നെ CV അല്ലെങ്കിൽ എൻ്റെ ബയോഡാറ്റയിൽ ഞാൻ അതിൽ പുതിയ അപ്ഡേഷൻ കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ലിങ്ക്ഡിൻ എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്, അതിൽ ഇപ്പോൾ പഴയ കിടക്കുന്ന അതേ അവസ്ഥ തന്നെയാണ്, ഞാനിപ്പോൾ അടുത്ത കാലത്ത് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാക്കിയിട്ടുണ്ടോ, ഇതൊക്കെ കറക്റ്റായിട്ട് നമ്മൾ നോക്കുക. എവിടെയാണോ നമുക്ക് അറിയപ്പെടാൻ പറ്റുന്ന ആ മേഖലയൊക്കെ നമ്മുടെ അപ് ടു ഡേറ്റ് ഉണ്ടാക്കി കൊടുക്കാം. പ്രൊഫഷണലായിട്ടും പ്രൊഫഷ്യലി ആയിട്ടും എല്ലാ രീതിയിലും നമുക്ക് എന്താണ് നമ്മൾ മാറ്റങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ആ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ആളുകൾ നമ്മൾ അറിഞ്ഞ് നമ്മുടെ ഒരു പേഴ്സണൽ ബ്രാൻഡ് ഉണ്ടാകും, ഓട്ടോമാറ്റിക്കായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വാല്യൂസ്, അതായത് നമ്മുടെ മൂല്യം, ഞാൻ എന്താണ് മറ്റുള്ളവർക്ക് ഞാൻ എന്താണ് കൊടുക്കുന്നത്, ഏതൊക്കെ രീതിയിലാണ് കൗൺസിലിംഗ് എന്ന്. ചില ആളുകൾക്ക് എന്താണ് കൗൺസിലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അയാളുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഉണ്ടാവില്ല. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു മെട്രിക്സ് എപ്പോഴും ഫോളോ അപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ കൂടെ തന്നെ വളരാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ ചെറിയ ചെറിയ ഷോർട്ടായിട്ട് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പ്രൊഫൈലുകൾ വെക്കാം. ഇതേപോലെ ഫ്രീ വെബിനാറുകൾ നമുക്ക് കൊടുക്കാം. ഇതൊക്കെ നമുക്കുള്ള വളർച്ചയ്ക്കാണ്. അല്ലാണ്ട് കോഴ്സ് കഴിഞ്ഞ് ജോലിക്ക് കയറുക എന്നുള്ളത് ചിലപ്പോൾ പല സാഹചര്യം ഇപ്പോൾ പെട്ടെന്ന് ജോലി കിട്ടണമെന്ന്. അപ്പോൾ സ്വയമായിട്ടൊരു ബ്രാൻഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താണ് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ കുറഞ്ഞ ആളുകൾ നമ്മുടെ സുഹൃത്തുക്കളെല്ലാം ഒരുമിച്ച് അവരിൽ തന്നെ ഡിസ്കഷൻ തുടങ്ങുക. ഫ്രീ വെബിനാറോ ആഴ്ചയിൽ മാസത്തിൽ 1-2 ഒരു വീഡിയോസൊക്കെ ആയിട്ട് ഒരു മണിക്കൂർ ഇരിക്കുന്ന രൂപത്തിൽ. അപ്പോൾ അവിടെയൊക്കെ എന്താണ് നമ്മൾ ഒരു വീഡിയോ വെച്ചപ്പോൾ അവർ ഒരു ലിങ്ക് ഷെയർ ചെയ്യുമ്പോൾ പല ഗ്രൂപ്പിലേക്ക് പോകും, പല ആളുകളും പിന്നെ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് തുടങ്ങും. അപ്പോൾ നമ്മുടെ വാല്യൂസ് എന്തായി, നമ്മുടെ ആർട്ടിക്കിൾസുകൾ, നമ്മുടെ വീഡിയോസൊക്കെ നമ്മൾ അറിയാതെ തന്നെ ഒരു ബിസിനസ് കോണ്ടെക്സ്റ്റ് പോലെ അത് പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങും. അവിടെ നമ്മൾ എവിടെയാണ് തുടങ്ങിയിട്ടുള്ള ബിൽഡ് എ പ്രൊഫഷണൽ, ആ പ്രൊഫഷനിൽ നിന്നും പതിയെ നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ചെയ്തിട്ടുള്ള ഒരുപാട് റിസ്ക് എടുത്തിട്ടുണ്ടാവും. അതേപോലെ മുന്നോട്ട് പോകണമെങ്കിൽ ചില്ലറ കഷ്ടപ്പെട്ട് ഇപ്പോൾ ഒരുപാട് ആളുകളെ പിന്നെ പ്രകോപനങ്ങളും അതേപോലെ നമുക്ക് ചിലപ്പോൾ മോശമായിട്ടുള്ള കമൻറ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അതൊന്നും നമ്മളെ ബാധിക്കാത്ത രീതിയിൽ നമുക്കെന്താണ് മുന്നിലുള്ള നമ്മുടെ ആ ഒരു മോട്ടോ എന്താണ്, എനിക്ക് ഇന്നതാവണം എന്നുള്ള ഒരൊറ്റ ചിന്ത ഉണ്ടെങ്കിൽ
നിങ്ങൾക്ക് സ്ട്രെങ്ത് ആൻഡ് പ്രൊഫഷണൽ ബ്രാൻഡിങ് സ്വയമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇനിയിപ്പോൾ ബ്രിഡ്ജ് ദ ഗ്യാപ്പ് അക്യൂമൻ ആൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്ന അടുത്തൊരു പോയിന്റാണ്. അതായത് പിന്നെ ഇവർക്ക് സ്വയമായിട്ട് അക്യൂമൻ എന്ന് പറയുന്നത് ഒരു സ്വയം ബോധമാണ്. നമുക്ക് സ്വയം എല്ലാത്തിനോടും എന്താണ് ഒരു ലാംഗ്വേജ് ആളുകളുമായിട്ട് സംസാരിക്കാനുള്ള സ്വയം ഒരു കാപ്പബിലിറ്റി ഉണ്ടാക്കണം ഒരു പ്രൊഫഷണലായിട്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഞാനിപ്പോൾ ഈ ഒരു സംസാരിക്കുന്നത് പോലെ എൻ്റെ സംസാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യ എന്നോട് പറയാറുണ്ട്, നിങ്ങളിപ്പോൾ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ വീട്ടിൽ സംസാരിക്കുന്നത് വേറൊരു രീതിയിലാണ്. അതാണ് അക്യൂമൻ എന്ന് പറയുന്നത്. സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് മാറാൻ കഴിയണം. പ്രത്യേകിച്ച് ഭാഷാ ശൈലികളിൽ നമ്മൾ ഇപ്പോൾ കൾച്ചറൽ ബേസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് നാടൻ ശൈലിയിൽ നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാം. എങ്കിൽ പോലും നമ്മുടെ പ്രൊഫഷൻ ഒന്ന് കീപ്പ് ചെയ്യണമെങ്കിൽ നിലവിലുള്ള ഒരു ശൈലി കുറേ അഹങ്കാരത്തോടെ ഈഗോട് കൂടി സംസാരിക്കുക എന്നുള്ളതല്ല. നമ്മൾ നേരത്തെ മനോഹരമായിട്ടുള്ള ആ ഒരു ആക്റ്റീവ് ലിസണിൽ മറ്റുള്ള ആളുകൾ കേൾക്കാം, ഇയാൾ പറയുന്ന ഓരോ ചോദ്യങ്ങളും എടുക്കുന്ന ക്ലാസ്സുകളും എന്തോ ഒരു ഡീപ്നെസ് എനിക്ക് കിട്ടാറുണ്ട്, അല്ലെങ്കിൽ എന്തോ ഒരു സ്പർശം അല്ലെങ്കിൽ എന്തോ ഒരു അട്രാക്ഷൻ എനിക്ക് ഇതിൽ നിന്ന് വരാനുണ്ട്. ആ രീതിയിലായിരിക്കണം നമ്മുടെ ലാംഗ്വേജ് ഉണ്ടാക്കുക. നമുക്ക് ഈ ഒരു സൈക്കോളജി പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ഉണ്ടാകുന്ന മാറ്റം കുറേ നമ്മൾ സംസാരിക്കാൻ തന്നെ കുറച്ചുകൂടി മോട്ടിവേറ്റ് തുടങ്ങും. മറ്റുള്ള ആൾ സംസാരിക്കുന്നത് കേട്ട് അതേപോലെ ആവാൻ നോക്കും. ഇതൊക്കെ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഈ ഒരു തോട്ടൊന്നും വരാത്ത ആളുകൾക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അതിൽ ഫോക്കസ് ആൻഡ് ഔട്ട്കം. ഇപ്പോൾ ഈ ഫോക്കസ് ആൻഡ് ഔട്ട്കം എന്ന് പ്രധാനമായിട്ടും ഇമോഷണൽ വെൽബീയിങ് തന്നെയാണ്. മറ്റുള്ള ആളുകൾക്കുള്ള നമ്മുടെ സ്വയം മറ്റുള്ള ആൾക്ക് കൊടുക്കുന്ന നമ്മുടെ വൈകാരികമായിട്ടുള്ള പ്രയാസങ്ങളും അവരോട് സംസാരിക്കുന്ന ശൈലിയും ഒരു കൗൺസിലിങ്ങിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ നോർമലായിട്ട് ഈ ഒരു സംസാരിക്കുന്ന രീതിയിലാവരുത്. മാക്സിമം എന്താണ് നമുക്ക് അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് അവരുമായിട്ട് ഡിസ്കഷൻ ചെയ്തിട്ട് നമ്മളെ എന്തൊക്കെയാണ് അവരുടെ പ്രശ്നങ്ങൾ നമുക്ക് പെട്ടെന്നൊരു രീതിയിൽ മനസ്സിലാക്കുന്ന രീതിയിലായിരിക്കണം നമ്മുടെ സംസാരങ്ങൾ. അപ്പോൾ ആ രീതിയിൽ പിന്നെ ചില രീതിയിൽ നോക്കുമ്പോൾ ഇൻസൈറ്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് തന്നെ അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്കൊരു ഇൻസൈറ്റ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ പ്രശ്നം ഇന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്, നിങ്ങൾ ആ സാഹചര്യത്തിൽ ഒന്ന് സൈലൻ്റ് ആയിരുന്നെങ്കിൽ ഇത്ര പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവില്ല എന്നുള്ള ഒരു കാര്യം നമ്മൾ അവിടെ അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവർക്ക് തന്നെ സ്വയം തോന്നാം, ആ ഇയാൾ വലിയ കുഴപ്പമില്ല, ഞാൻ 2-3 സെഷന് മുമ്പ് പാലപ്പെടുത്ത് എനിക്കിതൊന്നും കിട്ടിയിട്ടില്ല, എന്നോട് ആരും ചോദിച്ചിട്ടില്ല ഇങ്ങനത്തെ ചോദ്യങ്ങൾ. അതേപോലെ അങ്ങനത്തെ പല കാര്യങ്ങളും അവിടെ നടക്കാൻ അതേ സമയത്ത് നമുക്കുണ്ടാവുന്ന ഒരു ഗ്രോത്താണ് അവിടെ. ഒരൊറ്റ ക്ലയൻറ്റ് മതിയാവും നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ ഇതൊക്കെ എന്താ ഒരു ബിസിനസ് മൈൻഡാക്കി കൂടുതൽ ഏണിങ് എന്നുള്ള ചിന്തകൾ മാത്രം പോകാതെ നമുക്ക് എല്ലാത്തിനും വേണം ഫോക്കസ് ഓൺ ഏണിങ് ആവണം. അതേപോലെ നമ്മുടെ പ്രൊഫഷൻ എന്താണ് വളരെയധികം മനോഹരമായിരിക്കുകയും വേണം. ഇനി അടുത്തൊന്നാണ് അക്യൂർ ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഇവിടെ പിന്നെ നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് ഒരുപാട് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക, ഒരുപാട് കോഴ്സ് ഉണ്ട് ചെയ്യുക, അതൊന്നുമല്ല. അതായത് നമുക്ക് ഒരു പ്രൊഫഷണലായിട്ടൊരു ക്വാളിഫിക്കേഷൻ നമുക്കുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള പല തെറാപ്പീസുകളും ഇതേപോലെ നമുക്ക് പഠിച്ചെടുത്താൽ മാത്രം പോലെ അതിൽ നിന്നും നമ്മൾ പഠിച്ചെടുത്തത് മറ്റുള്ളവർക്ക് കൊടുക്കാനും കൂടി കഴിയണം. അതിലൊരു രൂപകൽപ്പന സ്ട്രെച്ചസ് കോച്ചിങ് എന്ന് പറയും. നമ്മൾ എന്താണ് പഠിച്ചിട്ടുള്ളത് അതിനെ നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുക. നിങ്ങൾ എന്തൊക്കെ തെറാപ്പികൾ പഠിച്ചിട്ട് തെറാപ്പി നമുക്ക് CBT പഠിക്കുക അല്ലെങ്കിൽ DBT നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ അങ്ങോട്ട് കോപ്പി പേസ്റ്റ് ആക്കി കൊടുക്കല്ല. ഈ ഒരു തെറാപ്പിയിൽ ഞാനിപ്പോൾ മുമ്പ് CBT പഠിച്ചിട്ടുള്ളത് ചെന്നൈയിലാണ്. ആ ചെന്നൈയിൽ അന്ന് പഠിച്ചിട്ടുള്ളത് 2021 19 ആ സമയത്താണ്, ആ കൊറോണൻ്റെയൊക്കെ സമയത്ത്. അപ്പോൾ ആ ഒരു സമയത്തുള്ള അപ്റ്റുഡേഷൻ അല്ല ഇപ്പം നമ്മൾ നിലവിൽ CBT ഇവിടെ നമ്മുടെ വെമ്പിളിൽ കൊടുക്കുന്നത്. ഏകദേശം കുറച്ച് സമയമുണ്ടെങ്കിൽ പോലും പല ടെക്നിക്കുകളും മാറ്റങ്ങളുണ്ട്. അന്നത്തെ അപ്റ്റുഡേഷൻ അല്ല ഇപ്പോഴത്തെ ഈ ഒരു ടിബെക് ഇൻസ്റ്റിറ്റ്യൂട്ട്. പുതിയ അപ്റ്റുഡേഷൻ വന്നു. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ മെൻ്റൽ ഡിസോർഡറുകളും അതിൻ്റെ ട്രീറ്റ്മെൻറ്റും ഒക്കെ ഈ ഒരു കോഗ്നിറ്റീവ് ബിഹേവിയർ കൊണ്ട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതേപോലെ നമ്മളൊരു പഠിച്ച സാധനം അതേപോലെ കൊണ്ടുപോകാതെ കുറച്ചുകൂടി ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തിട്ട് മറ്റുള്ള കോർപ്പറേറ്റ് ക്ലയൻറ്റുകൾ നമ്മളെ ആളുകൾക്കാണ് എവിടെയാണ് ക്ലയൻ്റ് ക്ലയൻറ്റിന് കൊടുക്കുക. ഇനി തെറാപ്പികൾ പഠിപ്പിക്കുകയാണെങ്കിൽ ആ രീതിയിൽ നമുക്ക് കൊടുക്കാം. ഏതൊക്കെ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് അവരുമായിട്ട് കാര്യങ്ങൾ കൊടുക്കാം. കാരണം ലക്ഷ്യം നമുക്കൊന്നാണ്, എൻ്റെ പ്രൊഫഷണൽ കരിയർ എനിക്ക് മികച്ചതായിരിക്കണം, എവിടെയും ഞാനൊരു ഡൗൺ ആകാൻ പാടില്ല എന്നുള്ള എൻ്റെ പെർഫോമൻസ് ഒരിക്കലും മോശമായിട്ട് പാടില്ല എന്നുള്ള ഒരു ചിന്ത. അതിലൂടെ നമുക്ക് ഒരുപാട് ബിഹേവിയർ ഇൻസൈറ്റ് ഉണ്ടാവും. മറ്റുള്ള ആളുകളെ സ്വയമായിട്ട് നമുക്കൊന്ന് തിരിച്ചറിയാൻ പറ്റും. അവരുടെ പ്രശ്നങ്ങൾ ചിലപ്പോൾ പറഞ്ഞ പാടെ നമുക്ക് പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇതൊക്കെ നമുക്കെന്താണ് ഇതുമൂലം നമുക്ക് ഉണ്ടാവുന്നതാണ്, നമുക്കുള്ള ക്വാളിറ്റികൾ നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുന്ന സമയത്ത്. ഇനിയിപ്പോൾ അതേപോലെ തന്നെയാണ് ഡിഫൈൻ യുവർ നിഷ് ആൻഡ്
ടാർഗറ്റ് ക്ലയൻറ്റ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ പിന്നെ നമുക്ക് പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞത് സ്പെഷ്യലൈസേഷൻ ഈസ് പവറാണ്. നിങ്ങൾ എന്താവണം എന്നുള്ളത് സാധാരണ ഒരു കൗൺസിലറാണോ അല്ലെങ്കിൽ മറ്റുള്ള സ്പെഷ്യലൈസ് ചെയ്യുക എന്നുള്ള നിർബന്ധമാണ്. ഒന്നുകിൽ നിങ്ങൾ ബിഹേവിയർ തെറാപ്പികൾ പഠിക്കുക, കുട്ടികളുടെ മേഖലയിൽ തന്നെ പോവുക, അല്ലെങ്കിൽ ലേണിംഗ് ഡിസോർഡറുമായിട്ട്, അല്ലെങ്കിൽ റെമഡിയേഷൻ ട്രെയിനറായിട്ട് കൗൺസിലർ കൂടെ തന്നെ കൗൺസിലിങ്ങും, അതേപോലെ കപ്പിൾ തെറാപ്പി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പല മേഖലയിലേക്ക് പ്രൊഫഷണലായിട്ട് മേഖലയിലേക്ക് നിന്നൊക്കെ അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്തെങ്കിലും ഒരു പവർ നിങ്ങൾ എടുക്കണം, സ്പെഷ്യലൈസ് ചെയ്തെടുക്കുക. ഇന്ന മേഖലയിൽ ഞാൻ പുലിയാണ്, ആര് ചോദിച്ചാലും എനിക്ക് എന്ത് പറഞ്ഞ ആ ഒരു കേസ് വന്നാൽ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആ ഒരു സൈക്കോളജിക്കൽ എക്സ്പെർട്ടൈസ് ആയിരിക്കാം, ഒരു യുണീക്ക് പ്രൊപ്പോസിഷൻ എന്നാണ് അതിനെ പറയുക. അപ്പോൾ ഈ ഒരു രീതിയിൽ എന്താണ് നമുക്ക് മാറാൻ കഴിയണം. പിന്നെ അതേപോലെ നമ്മുടെ നിശ്ചയം നമുക്ക് തിരിച്ചറിയാൻ കഴിയുക എന്നുള്ളതാണ്. ഏതൊരു മേഖലയ്ക്കാണ് മേഖല സൈക്കോളജി എന്ന് പറയുമ്പോൾ ഓർഗനൈസേഷൻ ഉണ്ട്, ഒക്യുപ്പേഷൻ ഉണ്ട്, പല മേഖലകളുണ്ട്. അപ്പോൾ ഇന്ന മേഖലയിലാണ് PG കഴിഞ്ഞ് MA MSc ഒക്കെ കഴിഞ്ഞ് വീട്ടിലിരിക്കുന്നതിന് പകരം ഇനി എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. പലർക്കും ജോലി ആയിരിക്കാം ആവശ്യം, പെട്ടെന്നൊരു ജോലി കയറുക, കുടുംബത്തെ നോക്കുക, അല്ലെങ്കിൽ എൻ്റെ കരിയർ സെറ്റാക്കുക. അപ്പോൾ ഇത് സെറ്റാക്കുമ്പോൾ നമ്മൾ മുകളിൽ പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ കൂടെ തന്നെ പോകുമ്പോൾ നമ്മുടെ കൂടെ ഒരു സ്പെഷ്യലൈസേഷൻ പവർ എന്ന സാധനം ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും പേടിക്കാനുള്ള എല്ലാ രീതിയും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ പറ്റും. ഇനി ഡെവലപ്പ് എ കൗൺസിലിംഗ് എന്ന കോച്ചിങ് മോഡൽ. അപ്പോൾ ഇവിടെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു മോഡൽ നമ്മൾക്ക് വെക്കാം. ഒരു ക്ലയൻറ്റിനോട് ഇന്ന ക്ലയൻറ്റിനെ മാത്രമേ ഞാൻ സ്വീകരിക്കൂ, അല്ല ഇന്ന ആളുകളെ മാത്രമേ ഞാൻ സ്വീകരിക്കൂ എന്നുള്ളതാവരുത്. ഏത് കൾച്ചറിൽ നിന്നാണെങ്കിലും ഏത് ഭാഗത്തു നിന്നാണ് വരുന്ന ആളുകൾ, ഏത് സ്വഭാവക്കാരായാലും നമുക്ക് നമ്മുടെ ക്വാളിറ്റി അനുസരിച്ച് അവരോട് കാര്യങ്ങൾ പറയാനും അവർ ട്രീറ്റ് ചെയ്യാനും അവർക്ക് കൊടുക്കേണ്ട നല്ലൊരു ഇൻ്റർവെൻഷൻ നമുക്ക് കൊടുക്കാൻ കഴിയണം. പലരും ഞാൻ തന്നെ അനുഭവിച്ചിട്ടുണ്ട്. ഈ ഒരു ഗൾഫ് രാജ്യത്ത് തന്നെ ഒരു ക്ലയൻറ്റ് വന്നു കഴിഞ്ഞാൽ ചില ഒരു പ്രത്യേകിച്ച് ഇവിടുത്തെ ഒരു അറബിക് സമൂഹത്തെ നോക്കുന്ന സമയത്ത് പല ആളുകളും എന്താണ് അവരെ ഇന്ന രീതിയിൽ കാണുന്നു, കാശുകാർ ഇന്ന രീതിയിൽ കാണും. നമ്മുടെ നാട്ടിൽ പോലൊന്നും എല്ലാവരും കാണിക്കണമെന്നില്ല. അതൊന്നും ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മുടെ നാട്ടിലും ഉണ്ടെന്നൊക്കെ എനിക്കൊരു അനുഭവമില്ല, പക്ഷെ എനിക്ക് ഇവിടെ നല്ലോണം ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുപോലെ ഒന്നും ആയിരിക്കരുത് നമ്മൾ കൊടുക്കേണ്ടത്. ഇങ്ങനെയൊക്കെ ആളുകളെ മാറ്റി നിർത്തുക, ആളുകളെ പവർ അനുസരിച്ച് അവർക്ക് കൂടുതലായിട്ട് അവരോട് സ്നേഹം കാണിക്കുക, നമുക്കെന്തോ കാര്യങ്ങൾ നേടാനുള്ളത് പോലെ അതിൽ പ്രവർത്തിക്കുക. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഔട്ട്കം ഒന്നും അതിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നമ്മുടെ മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് പതിയെ പതിയെ അത് കുറയും. നമുക്ക് അവിടെ പ്രൊഫഷണലായിട്ട് നമുക്ക് ജോലിയൊക്കെ ഉണ്ടാവും. പിന്നെ അതേപോലെ ആ ജോലി ചിലപ്പോൾ കുറേ കാലം ഉണ്ടായി, പക്ഷെ അതിലൊന്നും നമുക്കൊരു ഗ്രോ ഉണ്ടായിക്കോളണം, പ്രൊഫഷണലായിട്ട് നമുക്ക് നോളജ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഒരു നല്ലൊരു കൗൺസിലർ എന്ന നിലയിൽ സ്വയമായിട്ട് സ്ട്രക്ചേർഡ് ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു റിസൾട്ട് ഓറിയൻറ്റഡ് ആയിരിക്കണം. ഇനി പ്രാക്ടീസ് ആൻഡ് ബിൽഡ് ക്രെഡിബിലിറ്റി എന്ന് പറയുമ്പോൾ ആൾക്ക് എന്താണ് പിന്നെ ഒരു എപ്പോഴും എന്താണ് നമുക്ക് ഒരു കോഴ്സ് കഴിഞ്ഞ് പെട്ടെന്നൊരു ജോലി കയറാൻ മാത്രമല്ല, പ്രാക്ടിക്കലായിട്ട് നല്ല രീതിയിൽ നമ്മളൊരു എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഒരു ഇൻറ്റേൺഷിപ്പ് മിനിമം ഒരു PG കഴിഞ്ഞ് ഒരു 6 മാസം ഒരു 4 മാസമെങ്കിലും ഒരു ഇൻറ്റേൺഷിപ്പിന് പോവുക. ഇൻറ്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ് മാത്രം ഉണ്ടാക്കുന്ന രീതിയിലാവരുത്. നല്ല രീതിയിൽ കേസുകൾ മിനിമം ഒരു 10 കേസെങ്കിലും ഈ ഒരു 3 മാസം 4 മാസത്തിന് കേസ് അറ്റൻഡ് ചെയ്ത് അതിൽ നിന്ന് അവർ കൊടുക്കുന്ന എന്തൊക്കെ അസസ്മെൻറ്റ് ടൂൾസുകളാണ് എടുത്തിട്ടുള്ളത്, ഏതൊക്കെ രീതിയിലാണ് സ്കോറിങ് മെത്തേഡുകൾ ഉള്ളത്, അപ്പോൾ ചില രീതിക്ക് പിന്നെ ആ രീതിയിലൊക്കെ ടെസ്റ്റിമോണിയിൽ എന്തൊക്കെ സാധനങ്ങൾ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്, റിയൽ കേസുകൾ എന്തൊക്കെയാണ്, ഈ ഒരു കേസുകളായിരിക്കണം നിങ്ങൾ ഏറ്റെടുത്ത് പിന്നെ നിങ്ങളൊരു സെഷൻ സ്വന്തമായിട്ടൊരു ക്ലാസ് എടുക്കുമ്പോഴോ മറ്റൊരു സെഷൻ കൊടുക്കുമ്പോഴോ അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങളോട് ഇങ്ങനെ ഒരു ക്ലയൻറ്റ് എനിക്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാനിങ്ങനെ ഒരു ഇൻറ്റേൺഷിപ്പ് ദിവസം എനിക്കൊരാളെ കിട്ടിയിട്ടുണ്ടായിരുന്നു, അയാൾക്ക് ഇന്ന പ്രയാസം ഉണ്ടായിരുന്നു, അന്ന് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത്, വല്ലാത്ത മാറ്റങ്ങളുണ്ടായി. ആ ഒരു കോൺഫിഡൻസ് എന്താണ് നമുക്ക് എപ്പോഴും പ്രാക്ടിക്കലായിട്ട് അതൊരു ക്രെഡിബിലിറ്റിയാണ് നമുക്ക് ഉണ്ടാകുന്നത്, സ്വയമായിട്ട് നമുക്ക് ഉണ്ടാകുന്ന കാര്യങ്ങൾ. കാരണം ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് ഒരു ഇൻറ്റേൺഷിപ്പ് ഒന്നും കിട്ടാതെ ഈ ഒരു PG ആണ്, MA ആണ്, MSc ആണ്, നമുക്ക് ആ ഒരു തിയററ്റിക്കൽ കുറഞ്ഞ കാര്യങ്ങളെ കിട്ടുന്നുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ പബ്ലിക്കായിട്ട് പൊതുവായിട്ട് നമുക്ക് ഉണ്ടാക്കേണ്ട കാര്യങ്ങളാണ്. ഒരു തിയററ്റിക്കലായിട്ട് തെറാപ്യൂട്ടിക്കൽ എത്ര തെറാപ്പി, ഏകദേശം 157 തെറാപ്പികൾ നമ്മുടെ വേൾഡ് വൈഡ് ആയിട്ടുണ്ട്. അതിൽ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തെറാപ്പികൾ ഉപയോഗിക്കുന്ന സ്ഥലമാണ് മുംബൈ എന്ന് പറയുന്നത്. 87 തെറാപ്പികളാണ് മുംബൈയിൽ ഉപയോഗിക്കുന്നത്. ഈ 87 ആർക്കെങ്കിലും അറിയോ? ഈ പറയുന്നത് എനിക്കറിയോ? ഇല്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് എന്താണ് നമുക്ക് ഈ ഒരു സൈക്കോ തെറാപ്പി ഒക്കെ പഠിക്കണമെങ്കിൽ PGയിൽ എവിടെ പഠിക്കുന്നുണ്ട്? CBT ആണെങ്കിലും അത് ചിന്തകൾ കൂടെ പോകുന്നതാണ്. ഇനിയിപ്പോൾ സൈക്കോഡൊമൈനിക്കാണ് അത് എന്താണ് പറയുന്നത്, അൺകോൺഷ്യസ് മൈൻഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതൊക്കെ സിമ്പിളായിട്ട് കുറഞ്ഞ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു, എവിടെയും വിശദമായിട്ട് പറയുന്നില്ല. ഇതൊക്കെ നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് എന്താണ് സ്കിൽ ബേസ്ഡ് ആയി പുറത്തുനിന്ന് പഠിക്കുകയാണ്.
അല്ലെങ്കിൽ സ്വയമായിട്ട് നോളജ് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇതേപോലെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടൽ നിർബന്ധമാണ്. അത് നമുക്ക് നല്ലൊരു ബിൽഡപ്പ് ഉണ്ടാക്കാൻ കഴിയും. ഇനി അടുത്തത്, ഈ ഒരു പ്രൊഫഷണൽ ലൈഫിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് പിന്നെ നല്ല രീതിയിൽ ഏതൊക്കെ രീതിയിലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക, ഒരു കീ ബെനിഫിറ്റ്സ്, എന്തൊക്കെ ബെനിഫിറ്റ്സുകളാണ് നമുക്ക് ഇതിൽ കൂടെ നമുക്ക് പറ്റാം, അതേപോലെ ഈ ഒരു മുന്നേറ്റത്തിൽ നമുക്ക് പ്രധാന ഗുണങ്ങൾ ഏതൊക്കെ രീതിയിലാണ് നമ്മളെ ബാധിക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഹയർ സ്കിൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. കൂടുതൽ നമ്മുടെ നിലവിലുള്ള കഴിവുകൾ നമ്മളത് വികസിപ്പിക്കാൻ ശ്രമിക്കുക. പഠിച്ചത് മതി, എനിക്ക് ഈ തൽക്കാലമൊക്കെ ഒരു ജോലിയൊക്കെ ഉണ്ട്, ഇനിയിപ്പോൾ മുന്നോട്ട് ഇനിയിപ്പോൾ കൂടുതലായിട്ട് പഠിക്കാനും അതേപോലെ റെഫറൻസിനൊന്നും എവിടെ പോകണ്ട, ഇതുകൊണ്ടുള്ള ജീവിതമൊക്കെ മതി, കുറേ കാലം പഠിച്ചതല്ലേ, ആ ഒരു മൈൻഡ് വിട്ടിട്ട് നമ്മളെന്താണ് പുതിയതായിട്ട് എന്താണ് നമ്മളെ പഠനത്തിന് ഈ ഒരു ജോലിൻ്റെ കൂടെ തന്നെ അറിവുകൾ നേടാൻ പറ്റിയിട്ട് ഇപ്പോൾ നിങ്ങളിൽ ചിലപ്പോൾ ഏകദേശം എല്ലാവരും വർക്കിംഗ് ആയിരിക്കും, എന്നിട്ട് പോലും നിങ്ങൾ ആ സമയമൊക്കെ ഒഴിവാക്കി ഇവിടെ എത്തുന്നില്ലേ? നിങ്ങൾക്ക് ആ ഒരു ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണ്. ക്ലാസ് എടുക്കുന്നത് ആരും ആയിക്കോട്ടെ, കേൾക്കാൻ നിങ്ങൾ ഇവിടെ വന്നിട്ടുള്ള ഈ ഒരു സമയം നിങ്ങൾക്കായി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു മനോഹരമായിട്ടുള്ളൊരു സമയമാണത്. ഇതേപോലെ എവിടെ ക്ലാസ്സുകൾ നമുക്ക് കിട്ടാൻ ഉപകാരപ്പെടുന്ന ക്ലാസ്സുകൾ കിട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് പോവുക. അതിലൂടെ നമുക്കുണ്ടാവുന്ന ആ ഒരു സ്കിൽ പൊട്ടൻഷ്യൽ നമുക്ക് വളരെ വളർത്താൻ പറ്റും. അവിടെ നമുക്ക് എന്താണ് നമ്മുടെ ഇപ്പോൾ പ്രോഫിറ്റബിളി ഉണ്ടാ പ്രോഫിറ്റ് പ്രൊഫൈൽ നമുക്ക് മാറ്റാൻ പറ്റും. പ്രൊട്ടക്റ്റീവ്ലി ആയിരിക്കും. കേസുകൾ ചിലപ്പോൾ പല കേസുകൾ നമ്മൾ പുതുതായിട്ട് കേൾക്കും. അതേപോലെ വീണ്ടും അതേ കേസ് വന്നു കഴിഞ്ഞാൽ ഇന്ന ക്ലാസ്സിൽ ഒരു കേസ് കേട്ടിട്ടുണ്ടല്ലോ, ആ രീതിയിൽ നമുക്ക് മനസ്സിലാകാനും ചെയ്യും. ഈ രീതിയിൽ എന്താണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം. ഇനിയിപ്പോൾ അടുത്തത് ലിവറേജിങ് കോർ സൈക്കോളജിക്കൽ സ്കില്ലുകൾ. അപ്പോൾ സാധാരണ നമ്മൾ നേരത്തെ പറഞ്ഞ ആക്റ്റീവ് ലിസണിങ് ആൻഡ് എംപതി ഇതൊക്കെ നല്ലതാണ്. അതിൻ്റെ കൂടെ തന്നെ ആസ്കിങ് പവർഫുൾ ക്ലാരിഫൈങ് ക്വസ്റ്റ്യൻ. പവർഫുൾ എന്ന് പറയുമ്പോൾ പിന്നെ വ്യക്തമായിട്ടുള്ള നമുക്ക് ആ ഒരു മെൻ്റൽ സ്ട്രെങ്ത് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. കറക്റ്റായിട്ട് ആ പ്രസൻറ്റ് മുമ്പിൽ നമ്മൾ അവിടെ ഇരിക്കുക എന്നുള്ളതാണ്. പിന്നെ ക്ലാരിഫൈ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ക്ലയൻറ്റിനോട് ചോദിക്കാൻ വിശദമായിട്ട് ചോദിക്കുക. മനസ്സിൽ വരുന്ന ചോദ്യങ്ങൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് ചോദിക്കുക. ചില സമയത്ത് കൺഫ്യൂഷൻ വരുന്ന സമയത്ത് അവരോട് ചോദിക്കുക, നിങ്ങൾ നേരത്തെ പറഞ്ഞ പ്രയാസം എനിക്ക് അത്ര വിശദമായിട്ട് തോന്നിയിട്ടില്ല, ഒന്നുകൂടി വിശദീകരിക്കാൻ പറ്റും, ഇപ്പോൾ ബുദ്ധിമുട്ടാണ്, ഇപ്പോൾ വേണ്ട, നമുക്ക് അടുത്ത സെഷനിൽ സംസാരിക്കുക എന്ന രീതിയിൽ എന്താണ് ക്ലാരിഫൈ ചെയ്തിട്ടായിരിക്കണം ആ ഒരു സെഷന് വിട്ട് പോകേണ്ടത്. കാരണം അവിടെ മനസ്സിൽ വരുന്ന ചോദ്യങ്ങൾ വിട്ടു പോകരുത്. ചിലപ്പോൾ അതായിരിക്കും നമ്മളെ മനസ്സിൽ വരുന്ന ചോദ്യങ്ങളായിരിക്കും, ആ തോന്നലായിരിക്കും ചിലപ്പോൾ യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക. അതേപോലെ അണ്ടർസ്റ്റാൻഡിങ് മോട്ടിവേഷൻ ആൻഡ് റെസിസ്റ്റൻറ്റ്. കാരണം അവർക്ക് എന്താണ് ആളുകൾ ചില സമയത്ത് ഈ ആളുകൾ വല്ലാത്ത രീതിയിൽ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനെ അവർ വല്ലാതെ വെറുക്കുകയും ചെയ്യും. കാരണം എൻ്റെ മാറ്റങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ഭാഗത്ത് തന്നെയാണ് പൂർണ്ണമായിട്ട് തെറ്റെന്ന് ചില ആളുകൾ കരുതും. അപ്പോൾ അതൊക്കെ നമ്മളെയാണ് ബാധിക്കുന്നത്. എന്ത് തെറാപ്പി ആണെങ്കിലും എന്ത് ആക്ടിവിറ്റീസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ടാണ് അവർ കൊളാബറേറ്റ് ആവാത്തത്, ഈ ഒരു റീസൺ ഉണ്ടായിരിക്കാം. കാരണം ഞാനെങ്ങാനും മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ വീട്ടുകാർ വിചാരിക്കും എൻ്റെ ഭാഗത്താണ് തെറ്റെന്നുള്ളത്. അല്ലെങ്കിൽ ടീച്ചറാണെങ്കിൽ ഈ മറ്റുള്ള കുട്ടികളൊക്കെ പറയും ഞാൻ മോശക്കാരിയായ കുട്ടിയാണ്, ഇത് അഭിനയിച്ചതാണ്, ഇപ്പോൾ ഇവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തവൾ മാറി വന്നു എന്നുള്ളത്. ഈ രീതിയിൽ പല രീതിയിൽ പ്രശ്നങ്ങൾ നമുക്ക് കിട്ടും. ഈ പ്രശ്നം ആരെയാണ് ബാധിക്കുക? കൗൺസിലറെയാണ് ബാധിക്കുക. ഈ ബാധിക്കുന്ന രീതിയിൽ മാക്സിമം എന്താണ് അങ്ങനത്തെ കേസുകൾ വരുന്നത് വളരെ സൂക്ഷ്മതയോടുകൂടി അതിനെ പ്രതിരോധിക്കാനുള്ള കഴിവ് നമുക്കുണ്ടാവണം. അവരുമായിട്ട് ഇതിനെ പൂർണ്ണമായിട്ട് അവർക്ക് ഡീറ്റെയിൽസ് കൊടുക്കുക, അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് വിശദമായിട്ട് അവർക്ക് തന്നെ സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കുക. കാരണം ഇതൊരു മാനസികമായിട്ടുള്ളൊരു ഇൽനെസ് ആണ്. അതുമൂലമാണ് നിങ്ങൾക്ക് ഇങ്ങനെ ബാധിച്ചിട്ടുള്ളത്. അത് ബാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പുതിയൊരു സ്വഭാവത്തിലേക്കാണ് പോകുന്നത്. പഴയ സ്വഭാവം നിങ്ങൾ ഒരിക്കലും നിങ്ങളെ കൂടെ കൊണ്ടുപോകുന്നുള്ള രീതിയിലായിരിക്കണം. പിന്നെ എസ്റ്റാബ്ലിഷ് ട്രസ്റ്റ് ആൻഡ് റപ്പോർട്ട്. നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളോട് എപ്പോഴും എന്താണ് സ്നേഹത്തോടും നല്ല രീതിയിൽ പെരുമാറ്റവും വിശ്വാസമൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുക എന്നുള്ളത് ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയാണ്. ക്ലയൻറ്റിൻ്റെ മുമ്പിൽ മാത്രമല്ല നമ്മൾ ഈ ഒരു ക്ലാരിറ്റിയൊക്കെ ഉണ്ടാക്കിയെടുക്കേണ്ടത്, സ്വയമായിട്ടും ചുറ്റുപാടുള്ള ആളുകൾക്കും. പിന്നെ അടുത്തത് ഈ ഒരു ഫീൽഡിൽ പിന്നെ നമുക്ക് ഒരുപാട് അവസരങ്ങൾ നമ്മളെ മുമ്പിലുണ്ട് ഇപ്പോൾ. അപ്പോൾ ചില ആളുകൾ എന്താണ് ഒരു ഇൻ്റർവ്യൂവിന് കഴിഞ്ഞാൽ അവിടെ ഒന്നും കിട്ടിയിട്ടില്ല, ഒരുപാട് ആളുകൾ ഉണ്ടാവും ഇൻ്റർവ്യൂവിന്, അപ്പോൾ അവർക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ധാരണ എന്താണ്, ഈ സൈക്കോളജി എല്ലാ മേഖലയും ഇങ്ങനെ തന്നെയാണ്, എവിടെയും നമുക്കൊരു ജോലി കിട്ടാനും സാധ്യതയില്ല എന്നുള്ളത്. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സ്കിൽ ബേസ്ഡ് ആയിട്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഏതൊരു ഇൻ്റർവ്യൂവിന് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ സർട്ടിഫിക്കേഷനുള്ള ക്വാളിറ്റി അല്ല കാര്യമായിട്ട് നോക്കേണ്ടത്. നിങ്ങൾ സംസാരത്തിലൂടെ എന്താണ് അവിടെ പറയുന്നത്, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഏത് രീതിയിലാണ് അവിടെ ഉള്ളത്. ഒരു കൗൺസിലർ കിട്ടേണ്ട ഏറ്റവും നല്ലൊരു ലീഡർഷിപ്പ് നിങ്ങളുടെ ഭാഗത്തുണ്ടോ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു ഗൾഫ് നാട്ടിലൊക്കെ ഇവിടെ ഇൻ്റർവ്യൂ നടത്തുന്ന സമയത്ത് അവരെ എക്സ്പീരിയൻസ് 2 വർഷം 3 വർഷം ഒക്കെ അവർ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടുണ്ടാകും. പക്ഷേ
ഇവർ ഇന്റർവ്യൂ ചെയ്യുന്ന ആളുകൾ എന്താണ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. ചിലപ്പോൾ CBT എന്ന് പറഞ്ഞ ഒരു തെറാപ്പി അല്ലെങ്കിൽ മറ്റേതെങ്കിലും DBT അല്ലെ RB എന്ത് അറിയിച്ചപ്പോൾ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്ക് ചിലപ്പോൾ അതിനെപ്പറ്റി ഓർമ്മ ഉണ്ടാവില്ല. പക്ഷേങ്കിൽ നമ്മൾ കേൾക്കുന്ന ആള് ഈ ഒരു CBT എന്ന് വിശദമായിട്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവന് അല്ലെങ്കിൽ ഇവക്ക് എന്തെങ്കിലുമൊക്കെ അറിയാം എന്നുള്ള ഒരു തോട്ട് അവിടെ നമ്മൾ ഈ ഒരു സ്ട്രെങ്തൻ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ സ്വയമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. ഒരു ഇന്റർവ്യൂ നിങ്ങൾ എല്ലാ സാഹചര്യം ഏത് മേഖല നിങ്ങൾക്ക് അവസരം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പോവുക. പിന്നെ എൻ്റെ അവസരങ്ങൾ എന്നെ തേടി വരുന്ന ഒരിക്കലും വിചാരിക്കരുത്. നമുക്ക് ജോലി ചെയ്യാനുള്ള സാഹചര്യങ്ങൾ അതാണ്, അല്ലെങ്കിൽ എത്ര ദൂരമുണ്ട് പോയി വരാൻ, അതൊക്കെ നോക്കിയിട്ട് നമുക്ക് പോകാൻ പറ്റുന്നിടത്തൊക്കെ നമ്മൾ ഇൻ്റർവ്യൂവിന് പോവുക, അറ്റൻഡ് ചെയ്യുക, അതിൽ നിന്നും നേടിയെടുക്കുക. നല്ല രീതിയിൽ എന്താണ് ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് സ്വയമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന രീതി. പിന്നെ അതേപോലെ ഇതിൽ നിന്നൊക്കെ പെർഫോമൻസ് നമുക്ക് ഓരോ ഇൻ്റർവ്യൂ ആയിട്ടും ഓരോ പല രീതിയിലുള്ള എക്സ്പീരിയൻസുകൾ ഉണ്ടാവും. ആ ഇൻ്റർവ്യൂ പോകുന്ന സമയത്ത് പല ആളുകളെയും നമ്മൾ പരിചയപ്പെടാനുള്ള സാധ്യതകളുണ്ട്. ചിലപ്പോൾ അവർ മൂലം ചിലപ്പോൾ നമ്മൾ പിന്നീട് ഒരു കമ്മ്യൂണിറ്റി ആവാൻ സാധ്യതകളുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു ഇതുകൊണ്ടുള്ള ഗുണം. അപ്പം മാക്സിമം എന്താണ് ഈ ഒരു മേഖലയിലെ ഓപ്പർച്യൂണിറ്റികൾ പിന്നെ മുതലാക്കുക എന്നുള്ളതാണ്. പിന്നെ നിഷ ആൻഡ് സ്പെസിഫിക് കോച്ചിങ്. ചിലപ്പോൾ നിലവിൽ MSc സൈക്കോളജി MA സൈക്കോളജി കഴിഞ്ഞവർ സ്പെസിഫിക് ആയിട്ട് ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ ഇനിയെങ്കിലും പഠിക്കാൻ ശ്രമിക്കുക. സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മേഖലയിലേക്ക് നിങ്ങൾ പഠിക്കുക. ഇന്ന മേഖലയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് രക്ഷപ്പെടാൻ കഴിയൂ എന്നുള്ള സ്വയമായിട്ടുള്ള ഒരു മോട്ടിവേഷൻ തോട്ട് നിങ്ങൾക്ക് വേണം എന്നുള്ളതാണ്. അതാണ് ചിലപ്പോൾ പിന്നെ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ സൈക്കോളജി ഇപ്പോൾ റെഗുലർ ആണെങ്കിൽ ഡിസ്റ്റൻസ് ആണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാകും. ചിലപ്പോൾ ഡിസ്റ്റൻസ് ആരെങ്കിലും ഒഴിവാക്കും, അല്ലെ റെഗുലറായി മാത്രം സപ്പോർട്ട്. അതൊന്നും നമ്മളെ ബാധിക്കുന്ന കേസല്ല. റെഗുലറായി പോയി പോട്ടെ, ഡിസ്റ്റൻ്റ് ആയി. കാരണം എല്ലാവരും പഠിച്ചത് സൈക്കോളജിയാണ്, എല്ലാവർക്കും ഒരേ ക്വാളിഫിക്കേഷൻ ആണുള്ളത്. ആ ഒരൊറ്റ ചിന്ത മതി. ചില ആളുകൾക്കുണ്ട് അവിടെ റെഗുലർ മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ചോദിച്ചതെങ്കിലും 2-3 വർഷത്തെ എക്സ്പീരിയൻസ്. അതൊന്നും നമുക്കൊരു PG കോളേജ് ഒരു അഡ്വർടൈസ്മെൻറ്റ് കഴിഞ്ഞാൽ പോയി നോക്കുക. അവിടെ എത്തിയിട്ട് അവരെന്താണ് പറയുന്നത് അതിനനുസരിച്ച് നമ്മളെ സ്കില്ല് കാര്യങ്ങൾ പറയും. അവരോട് പറയും ഞാൻ ഡിസ്റ്റൻ്റായി പഠിച്ച ആളാണ്, അല്ലെങ്കിൽ ഞാൻ റെഗുലറാണ് പഠിച്ചത്, ഇതിൻ്റെ കൂടുതൽ എനിക്ക് ഇത്രയും സ്കില്ലുകൾ കൂടെയുണ്ട്, എനിക്ക് ഇന്നതൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട്, ഞാൻ എന്നെ ക്ലയൻറ്റിനൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് എന്താണ് വ്യക്തമാക്കുന്ന രീതിയിൽ അവരോട് പറഞ്ഞ് ആ ഒരു നിശ്ചയ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യം നമുക്ക് എപ്പോഴും സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ ചലഞ്ചസ് ഓഫ് ജേണി. ഈ ഒരു യാത്രയിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാവും. ഒരു സൈക്കോളജി മേഖല ഒരു കൗൺസിലർ ആവുക എന്ന് പറയുമ്പോൾ ചില്ലറ പ്രയാസങ്ങളൊന്നുമല്ല. അപ്പോൾ ഞാനൊക്കെ തുടങ്ങിയ സമയത്ത് വല്ലാത്ത പ്രയാസങ്ങൾ കൂടെ കടന്നു പോയിട്ടുണ്ട്. കാരണം ഈ ഒരു മേഖലയിൽ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് ചില്ലറല്ല. ചിലപ്പോൾ ആദ്യത്തെ ഒരു കേസ് തന്നെ ഒരു ഡിസോർഡറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ ചിലപ്പോൾ അവിടെ നമ്മൾ പകച്ചു പോകുന്ന ഒരു അവസ്ഥയുണ്ടാവും. അപ്പോൾ ക്ലയൻറ്റിനോട് നമുക്ക് ഏതൊരു വികാരമാണ് നമുക്കൊരു മാനസികമായിട്ട് അവിടെ തോന്നുന്നത്, ആ ഒരു മാനസികമായിട്ടുള്ള വികാരം നമുക്ക് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. നമ്മൾ പ്രൊഫഷണലാണ്, എപ്പോഴും ഒരു ചിന്ത വേണം. അതിൻ്റെ കൂടെ തന്നെ ആ ക്ലയൻറ്റിൻ്റെ എല്ലാവിധ പ്രയാസങ്ങളും തിരിച്ചറിയാനുള്ള കഴിവുണ്ടാവും. ഈ ഒരു ബേൺ ഔട്ട് എന്ന് പറയുന്നത് നമ്മുടെ ആ ഇമോഷൻസ്, ക്ലയൻറ്റ് വളരെ സങ്കടത്തോട് നമ്മുടെ കാര്യങ്ങൾ പറയുമ്പോൾ ആ ഒരു സങ്കടം ഒരിക്കലും അതിൻ്റെ കൂടെ കരയുക, അവരെ കൂടെ സങ്കടപ്പെടുത്തുക, അതൊന്നും ആവരുത്. നമ്മൾ അവരോട് പൂർണ്ണമായിട്ട് ഒരു ആക്റ്റീവ് ലിസണായിട്ട് കേൾക്കുക. ഇന്നതാണല്ലേ നിങ്ങളെ പ്രയാസങ്ങൾ, നിങ്ങളെ പ്രശ്നങ്ങൾ, എനിക്ക് പ്രയാസങ്ങൾ, സങ്കടം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾ എത്രത്തോളം അതുമായിട്ട് ബുദ്ധിമുട്ടിട്ടുണ്ട്. ആ രീതിയിൽ എപ്പോഴും നമ്മൾ ഈ ഒരു കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. പിന്നെ ബൗണ്ടറി ഡിലേമാസ്. ചില ആളുകളുമായിട്ട് പിന്നെ നമ്മളെ ഒരു കൗൺസിൽ കഴിഞ്ഞു, പിന്നെ കുറച്ച് ശേഷം പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു തുടങ്ങി, പിന്നെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പായി ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന തന്നെ. അപ്പോൾ ഇതൊരിക്കലും ഒരിക്കലും പാടില്ല. നമ്മൾ ഒരു ബൗണ്ടറി, ഇപ്പോൾ ഒരു ക്ലയൻറ്റും നമ്മൾ തമ്മിൽ ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം നമ്മൾ പേഴ്സണലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ക്ലയൻറ്റിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലയൻറ്റ് വിചാരിക്കുന്നതാണ് എൻ്റെ ഒരു പ്രശ്നത്തിലൂടെ ഇയാളും കടന്നു പോയിട്ടുണ്ട്, എൻ്റെ ഇമോഷണൽ മെൻറ്റാലിറ്റിയും ഈ ഒരു കൗൺസിലർ മെൻറ്റാലിറ്റിയും ഒരേപോലെയാണ്. അപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല, ഒരു ഡിപ്പെൻഡൻ്റ് ആയിട്ട് മാറാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ടാണ് ബൗണ്ടറി ഡിലേമാസ് എന്ന് പറയുന്ന കാര്യം വളരെയധികം സൂക്ഷിക്കുക എന്നുള്ളത്. അടുത്തത് ഇമ്പോസ്റ്റർ സിൻഡ്രമാണ്. ഇമ്പോസ്റ്റർ സിൻഡ്രം എന്ന് പറയുന്നത് സ്വയമായിട്ട് തോന്നുകയാണ് എനിക്കൊരു ക്വാളിറ്റിയും ഇല്ല എന്നുള്ളത്. ഇത്രയും സൈക്കോളജി ഒക്കെ പഠിച്ചിട്ടും കുറേ കേസുകൾ എടുത്തിട്ടും ഒരു വിശ്വാസം ഉള്ളിൽ, ഞാൻ എത്ര കേസ് എടുത്തിട്ടും എനിക്ക് സ്വയം തോന്നുകയാണ് എനിക്കിതിലൊന്നും പിന്നെ എനിക്ക് കഴിവില്ല എന്ന് സ്വയം വന്ന ഒരു തോന്നൽ. ഈ ഒരു തോന്നൽ ചിലപ്പോൾ പല ആളുകൾക്കും ബുദ്ധിമുട്ടുണ്ട്. ആ ഒരു കരിയർ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പല ബുദ്ധിമുട്ടുകളും അവർക്കുണ്ടാവും. പിന്നെ അടുത്ത് ബാലൻസിങ് എംപതി ആൻഡ് ഒബ്ജക്റ്റിവിറ്റി. ക്ലയൻറ്റിൻ്റെ ഈ ഒരു വികാരങ്ങൾ മനസ്സിലാക്കുന്ന സമയത്തും അതേപോലെ അവരുമായി എന്തെങ്കിലും നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന സമയത്തും വളരെ ഡീപ്പായിട്ട് തന്നെ കൊടുക്കുകയാണെങ്കിൽ പോലും
നമ്മൾ സ്വയമായിട്ട് കൂടുതൽ എല്ലാം ഒരു സെഷനിൽ അങ്ങോട്ട് കൊടുത്ത് തീർക്കണമെന്നില്ല. കുറഞ്ഞ അവരെ ഏകദേശം ഒരു 10-20 മിനിറ്റ് അവരെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ പറയുകയാണെങ്കിൽ പിന്നെ കുറച്ച് ഒന്നോ രണ്ടോ ആക്ടിവിറ്റി കുറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായി. ഒരു മെഡിസിൻ ഇപ്പോൾ നമ്മളൊരു ഡോക്ടറെ അടുത്ത് അസുഖം വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഡോക്ടർ ആദ്യം നമുക്ക് എന്താണ് ഒരാഴ്ചത്തേക്കുള്ള എന്തെങ്കിലും മരുന്നാണ് എഴുതി തരിക. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയും നിങ്ങൾ അടുത്ത മരുന്ന് കഴിഞ്ഞിട്ട് വന്നാൽ നമുക്കൊരു ബ്ലഡ് ടെസ്റ്റോ വേറെ എന്തെങ്കിലും ടെസ്റ്റൊക്കെ വേണമെങ്കിൽ നോക്കാം. ഡോക്ടർമാർ അങ്ങനെയാണ് പറയാൻ. അതേപോലെ തന്നെ സൈക്കോളജിയിലും പെട്ടെന്ന് വന്ന് പെട്ടെന്ന് മാറ്റുക എന്ന് പറയുന്നത് എവിടെ ഒരു ഇൽനെസ് അല്ല. അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക, ഇന്ന കാര്യങ്ങൾ കുറഞ്ഞ ദിവസങ്ങൾ ചെയ്യുക, അടുത്ത സെഷന് വരുമ്പോൾ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാം, താൽക്കാലികം ഇതൊക്കെ മതി എന്നുള്ളത്. അപ്പോൾ നമുക്ക് വല്ലാത്തൊരു ആവേശമാകും നമ്മൾ പഠിച്ചതൊക്കെ ക്ലയൻറ്റിനാണ് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അത് ഇവിടെ വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. പിന്നെ നീഡ് ഫോർ സൂപ്പർവിഷൻ. എപ്പോൾ വേണം നമുക്കൊരാളെ ഹെൽപ്പ് വേണ്ടത് ആരോട് ചോദിക്കുക എന്നുള്ളതാണ്. എന്തെങ്കിലും കേസുകളോ അല്ലെങ്കിൽ ആരെങ്കിലും സപ്പോർട്ടോ വേണ്ടെങ്കിൽ നമുക്കൊരു സൂപ്പർവൈസറോ ഒരു സീനിയർ ആയിട്ടുണ്ടെങ്കിൽ അവരോട് നോക്കുക. പിന്നെ പിയർ ഗ്രൂപ്പ്, നമ്മുടെ ചുറ്റുപാടുള്ള ഫ്രണ്ട് സർക്കിൾ, ചിലപ്പോൾ ഫാമിലിയിലുള്ള സപ്പോർട്ടുകളൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി നമ്മൾ കൗൺസിൽ സെൻ്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ വല്ലാത്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതൊക്കെ നമുക്കൊരു ചലഞ്ചസ് ആണ്. ഈ പ്രശ്നങ്ങളൊക്കെ നമ്മളെ മാനസികമായിട്ട് ബാധിക്കുന്ന രീതിയിലുണ്ടാകുന്ന പ്രയാസം. ഇനി ഫൈനലായിട്ട് ഒരു ഗുഡ് പ്രാക്ടീഷനായിട്ട് നമുക്ക് ഏതൊക്കെ രീതിയിലാണ് നല്ലൊരു ക്വാളിറ്റി ഇത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണെങ്കിലും കമ്പാഷനേറ്റ് ആണ്. കമ്പാഷൻ എന്നത് നമ്മുടെ മുമ്പിൽ വരുന്ന ക്ലയൻറ്റിനോട് സ്നേഹത്തോട് പെരുമാറാനും അവരോട് നല്ല രീതിയിൽ സമീപനം നമുക്ക് ഉണ്ടായിരിക്കും. ഒന്ന് വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് എഴുന്നേൽക്കാനോ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കറങ്ങുന്ന കസാരയിൽ നിന്നും ജസ്റ്റ് ഒന്ന് അതൊക്കെ ഒന്ന് നിന്ന് ആൾ വന്നു കഴിഞ്ഞാൽ ഒന്ന് ഡീസൻ്റ് ആയിട്ട് ഇരുന്ന് അവരെ അയാൾക്ക് തന്നെ തോന്നണം അവിടെ ഓക്കെ ആണ് എന്നുള്ളത്. ആ ചുറ്റുപാട് നമ്മുടെ ആ ഒരു ക്ലിനിക്കിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല ഒരു ഈ പറഞ്ഞതുപോലെ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു പെർഫോമൻസ് നമുക്ക് അവിടെ കാണിക്കാൻ കഴിയണം. പിന്നെ കൾച്ചറലി സെൻസിറ്റീവ് ആണ്. സാംസ്കാരികമായിട്ട് ഏതൊരു മേഖലയിൽ നിന്ന് ആളുകൾ വന്നു കഴിഞ്ഞപ്പോൾ നമുക്കെന്താണ് ഹൈ ആയിട്ടുള്ള ക്ലയൻറ്റുകൾ ഉണ്ടാവും, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ. ചിലപ്പോൾ അവർ ചിലപ്പോൾ നമ്മളെ സാറെന്നോ ഡോക്ടറെന്നോ അല്ലെങ്കിൽ നമ്മൾ കൗൺസിലർ വിളിച്ചോളണമെന്നില്ല, ചിലപ്പോൾ പേരായിരിക്കും വിളിക്കുക. നമുക്കത് അക്സെപ്റ്റ് ചെയ്യാം. അതേ സമയത്ത് സാധാരണക്കാർ വരികയാണ് ചിലപ്പോൾ അവർക്ക് അവർ ചിലപ്പോൾ ഡോക്ടർ എന്നൊക്കെ വിളിക്കും നമ്മളെ. എന്തോ ഒരു വലിയ ഡോക്ടറാണ്, അവർക്ക് ഈ കൗൺസിലറും മറ്റുള്ള MBBS ഇതുമായിട്ട് എന്താ വ്യത്യാസം അവർക്ക് അറിഞ്ഞോണമെന്നില്ല. അപ്പോൾ അവരെല്ലാവരും ഡോക്ടർ തന്നെ ആയിരിക്കും. അപ്പോൾ ആ ഒരു വ്യത്യാസങ്ങൾ മനസ്സിലാക്കി അവരെ നമുക്ക് കൊടുക്കാൻ കഴിയണം. അവർക്ക് ഏത് കൾച്ചറിലാണ് അവർ വരുന്നത് ആ കൾച്ചറിനനുസരിച്ച് നമ്മൾ പെരുമാറുക, അല്ലാതെ എല്ലാത്തിനും ഒരേപോലെ ആവരുത്. പിന്നെ റിഫ്ലക്റ്റീവ് ആണ്. സ്വന്തം പ്രവർത്തനങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഇവാലുവേഷനായിട്ട് എന്താണ് നമ്മൾ വിലയിരുത്താൻ കഴിയണം, അതിന് റിഫ്ലക്റ്റ് നമുക്ക് കിട്ടിക്കണം. പിന്നെ എത്തിക്കൽ എന്ന് പറയുമ്പോൾ കൺസെൻറ്റ് ഫോമിൻ്റെ കാര്യമാണെങ്കിൽ ആ കൺസെൻറ്റ് ഫോം തന്നെ എഴുതി വെക്കുക, അല്ലെങ്കിൽ റിവാലുവേഷൻ റിപ്പോർട്ട് MSc റിപ്പോർട്ട് പറഞ്ഞിട്ട് ടൂൾസ് പരമായിട്ടുള്ള എത്തിക്കലായിട്ട് കുറേ കാര്യങ്ങളുണ്ടെങ്കിൽ. പിന്നെ അതേപോലെ അബ്യൂസ് കേസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അറിയിക്കേണ്ടവർ പോലീസിനെ അറിയിക്കേണ്ടെങ്കിൽ നമ്മൾ അറിയിക്കുക. പാരൻറ്റ് പറയും എനിക്ക് പുറത്തൊന്നും അറിയിക്കാൻ പറ്റില്ല, അങ്ങനെ പ്രശ്നങ്ങൾ പറയുകയാണെങ്കിൽ അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക, ഇതൊരു കുട്ടിക്ക് ഇന്നും നാളെ ഉണ്ടാകുന്ന പ്രശ്നമാണ്, ഇതൊരു ട്രോമയാണ്, ഇത് മാറണമെങ്കിൽ കുട്ടിയുടെ ഡയറക്റ്റായിട്ട് ആ ചെയ്ത ആളെ കൊണ്ട് കേസ് കൊടുത്ത് അയാൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്താൽ ഈ കുട്ടിക്ക് മാനസികമായിട്ടൊരു മാറ്റം ഉണ്ടാവും. അതിന് നിങ്ങൾ ഇത് ഒരു ചിലപ്പോൾ നാട്ടിലെ ഒരു നാണക്കേട് അതൊക്കെ കുറഞ്ഞ ദിവസങ്ങളിലേ ഉണ്ടാവും. കാരണം ഇപ്പോഴത്തെ കാലത്ത് കുട്ടിക്ക് സംഭവിച്ചത് അത് ആ രീതിയിൽ ആളുകൾ മനസ്സിലായിക്കോളും, നിങ്ങളതും പേടിക്കേണ്ട. കാരണം അവർക്കൊക്കെ തെറ്റായിട്ടുള്ള ധാരണകൾ. ഈ രീതിയിലൊക്കെ എത്തിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്, അറിയിക്കേണ്ടവരെ അറിയിക്കുക എന്നുള്ളതാണ്. അവിടെ നമ്മൾ അവർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കേണ്ട, ആരോടും പറയണ്ട എന്നുള്ളത്. പിന്നെ കുറച്ച് കഴിഞ്ഞ് പറയാണ്ടിരുന്നാൽ ഈ ഒരു ക്ലയൻറ്റ് തന്നെ കുട്ടിക്ക് വലിയ മാറ്റമൊന്നുമില്ല വേറെ എവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ എത്തിക്കലായിട്ട് നോക്കുന്ന ഒരു കൗൺസിലർ ആണെങ്കിൽ അവർ ചോദിക്കും നിങ്ങൾ എവിടെയായിരുന്നു ആദ്യം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് നിങ്ങൾ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർക്ക് എന്തെങ്കിലും അവരോട് പറഞ്ഞിട്ടുണ്ട്, അവർ പറഞ്ഞതാണ് ആരോട് പറയണ്ട എന്നുള്ളത്. ഈ പാരൻറ്റ് ഇവരോട് പറയുകയാണ് കുട്ടിയുടെ കാര്യം, അപ്പോൾ പണി ആർക്ക് കിട്ടി? ഇവർക്ക് കിട്ടി. അപ്പോൾ അതൊന്നും വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും, എത്തിക്ക് എപ്പോഴും സൂക്ഷിക്കുക എന്നുള്ളതാണ്. പിന്നെ കോമ്പിറ്റൻ്റ് ആൻഡ് കോൺഫിഡൻസ് ആയിരിക്കണം. നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് ചില കേസുകൾക്ക് വളരെ ക്ഷമയോട് കൂടി കേൾക്കാനും അതേപോലെ ചിലപ്പോൾ മറ്റുള്ള ആളുകൾ പറയാതിരിക്കാനൊക്കെ ഉണ്ടാവും. അതൊക്കെ സാഹചര്യങ്ങൾക്കനുസരിച്ചായിരിക്കണം. പിന്നെ അണ്ടർസ്റ്റാൻഡിങ് കൊഗ്നിറ്റീവ് ബയാസുകൾ. ഏത് തെറാപ്പികളാണ് നമ്മൾ ഏത് സെഷനിലാണ് നമ്മൾ എന്തൊക്കെ കൊടുക്കണം എന്നുള്ള വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാകും. അറ്റ്ലീസ്റ്റ് 1-2 തെറാപ്പികളൊക്കെ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. അല്ലാണ്ട് കുറേ ആക്ടിവിറ്റീസുകളും എല്ലാ തെറാപ്പിയിൽ കുറച്ച് കൊടുക്കുന്നതൊക്കെ നല്ല, പക്ഷേ അതിനൊരു അവയർനെസ് നമുക്ക് എന്ത് വേണം. ചില കേസുകളിലൊക്കെ പെട്ടെന്ന് ഇപ്പോൾ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ബൈപ്പോളർ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് DBT കൊടുക്കാം. കാരണം അവിടെ ഇമോഷൻസ് ആണ് പ്രശ്നങ്ങൾ. അതിൽ ഡിയർമാൻ എന്ന് പറഞ്ഞിട്ട് ടൂൾസ് പെട്ടെന്ന് അവർക്ക് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം അവരുടെ പ്രശ്നങ്ങൾ അവർക്ക് മനസ്സിലാക്കും. അതേപോലെ എന്നും ഫാമിലിയിലെ കോൺഫ്ലിക്റ്റുകളാണ്.
അപ്പോൾ നമുക്ക് അവിടെ എന്താണ് RBT കൊടുക്കാം. അവർ തെറ്റായിട്ടുള്ള ഒരുപാട് ധാരണകളാണ് ഈ ഒരു പ്രശ്നത്തിന് കാരണം. അതിൽ കുറച്ച് ടൂൾസുകളുണ്ട്, അവരുടെ ഇമോഷൻസ് ഒന്ന് മനസ്സിലാക്കാൻ. ഇതേപോലെ നമുക്ക് കൊഗ്നിറ്റീവ് പരമായിട്ടുള്ള എന്തെങ്കിലും ചിന്തയുമായിട്ട് കണക്റ്റ് ആയി ചെയ്യുന്ന, അവിടെ പെട്ടെന്ന് സൈക്കോതെറാപ്പിയുമായിട്ട് കാര്യങ്ങൾ നീക്കി വെക്കുന്ന ചില ക്വാളിറ്റി ഉള്ള സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ച് വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഇതാണ് ഒരു ഓവറോൾ ആയിട്ട് എനിക്ക് പറയാം. അതൊക്കെ ചിലപ്പോൾ ഒരു ടോപ്പിക്ക് ചിലപ്പോൾ നിങ്ങൾ കേട്ടതായിരിക്കും, അറിഞ്ഞതായിരിക്കും, എന്നാൽ പോലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ ആണോ? ഓക്കെ ആണ് സർ. ഓക്കെ, താങ്ക് യു വെരി താങ്ക് മച്ച്. യു. യു. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു സർ. ഒരുപാട് കാര്യങ്ങൾ ഒന്നും കൂടെ ശ്രദ്ധിക്കാൻ പറ്റി. അതെ അതെ. താങ്ക് യു ഒരു സർ. ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ, നമുക്ക് ഇരിക്കാലോ, സമയം ഇനിയുണ്ട്. PG ഡിപ്ലോമ കേരള യൂണിവേഴ്സിറ്റിയുടെ PG ഡിപ്ലോമ കഴിഞ്ഞു. MSc സൈക്കോളജി ഡിസ്റ്റന്റിലാണ് ഭാരതിയാർ ചെയ്തത്. അപ്പൊ ഈയിടെ ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ഓർഡർ 24-ാം തീയതി വരെ അപ്ഡേറ്റ് ചെയ്യാനൊരു ഒരു കരട് രേഖ പുറപ്പെടുവിച്ചായിരുന്നു. അതായത് ഈ കൗൺസിലേഴ്സിന് സൈക്കോളജിസ്റ്റിന് UID അലോട്ട് ചെയ്യുന്ന. അപ്പൊ അതിനകത്ത് PG എല്ലാം റെഗുലർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ റെഗുലർ അതിലൊന്നും നമ്മൾ പേടിക്കേണ്ട, അതിലൊക്കെ മാറ്റം. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് ഗ്രൂപ്പുകളായിട്ട് ഒരുപാട് ആളുകൾ, ഇപ്പോൾ ഞാനടക്കം നമുക്കൊക്കെ ഇതിനൊക്കെ പ്രതികരിക്കുന്നുണ്ട്. അതൊന്നും നമ്മൾ ചിലപ്പോൾ നാട്ടിൽ ചിലപ്പോൾ ഇപ്പോൾ നിയമങ്ങൾ വന്നു കഴിഞ്ഞാലും ഈ കഴിഞ്ഞ ജൂൺ 24-ന് ഇങ്ങനെ അതിൽ പറയുന്നുണ്ട്, ജൂൺ 24-ന് ജൂണിന് ശേഷം അഡ്മിഷൻ എടുത്തവർക്കാണ് ഇത് ബാധിക്കുക എന്നുള്ളത്. ഇതിന് മുമ്പുള്ളവർക്ക് അങ്ങനെ ബാധിക്കുന്നില്ല, പ്രത്യേകിച്ച് ഇഗ്നോയിലുള്ളവർക്കൊന്നും ബാധിക്കുന്നില്ല എന്നാണ് കേട്ടിട്ടുള്ളത്. ഇപ്പോൾ ഭാരതിയാർ ആണെങ്കിൽ, ഇപ്പം ഞാൻ അണ്ണാമല യൂണിവേഴ്സിറ്റി, ഞാൻ എവിടെ നിന്നാണ് PG എടുത്തുള്ളത്? ഞാൻ സിംഗാനിയ യൂണിവേഴ്സിറ്റി 2015 കഴിഞ്ഞിട്ടുള്ള ആളാണ്. ഞാൻ 8-9 വർഷമായി യുയിൽ ആ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്ത് ഞാൻ ഇവിടെ. അതിനുശേഷം ഞാൻ അണ്ണാമലയും എടുത്തു. അണ്ണാമലയ്ക്ക് ശേഷം MA സൈക്കോളജി, ഇപ്പം ഇഗ്നോൻ്റെ എടുത്തു. ഇഗ്നോൻ്റെ എടുത്ത് കഴിഞ്ഞപ്പോൾ അത് കംപ്ലീറ്റ് അല്ല, ഇപ്പോൾ അതിൻ്റെ എക്സാം എഴുതാനുണ്ട്. അപ്പോൾ നമുക്ക് എവിടെയാണ് ഒരു സ്കില്ല് നമുക്ക് അവിടെ കിട്ടുന്നത്, അത് നമ്മൾ നേടിയെടുക്കുക എന്നുള്ളത്. അതിലൊന്നും കൂടി പേടിക്കേണ്ട. നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് ക്വാളിഫിക്കേഷൻ ബേസിക് ആണ് മാത്രം. നിങ്ങൾ നല്ല മുന്നോട്ട് പോകും, ഒരു പേടിയും പേടിക്കേണ്ട. കാരണം നമുക്ക് ഇതിനൊക്കെ അലയൻസ് വന്നാൽ അതിനെ പ്രതികരിക്കുക, അതിന് നമുക്ക് എല്ലാവരും ഒരുമിച്ച് സപ്പോർട്ട് ചെയ്യുക, അത് നമ്മൾ ചെയ്യേണ്ടതാണ് ഒരു ഗ്രൂപ്പായിട്ട് തന്നെ. പക്ഷെ നമുക്ക് കിട്ടുന്ന ആ ഒരു വർക്കിംഗ് മേഖല എന്ന് പറയുന്നത് നമ്മൾ ക്ലീനായി കൊണ്ടു നടന്നാൽ മതി. നമ്മൾ എവിടെയോ എടുക്കുന്ന കാര്യത്തിലെ എന്തിനായിട്ട് ടെൻഷൻ അടിച്ച് നടക്കുന്നത്? അത് വരട്ടെ, നിയമങ്ങൾ വരട്ടെ, നമുക്കതിനെതിരെ റെസ്പോൺസ് ചെയ്തു കൊടുക്കാം. സാറേ, ഞാനേ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ ജൂലൈ ബാച്ച് ചേർന്നിട്ടുണ്ടായിരുന്നു, കോച്ചിങ് സെന്ററിലും എല്ലാം ചേർന്നിരുന്നു. പക്ഷെ ഇതുവരെയും അതിനെക്കുറിച്ച് ഒരു ഇപ്പം കോച്ചിങ് സെന്ററുകാർ പറയുന്നുണ്ട് എന്താണ് ക്ലാസ് ഉണ്ട്, സൈക്കോളജി എന്താണ് ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ എടുത്തു മാറ്റി വേലാന്നൊക്കെ. എന്താണ് വാസ്തവം എന്ന് മനസ്സിലാവുന്നില്ല. ഇഗ്നോന്റെ മാറ്റില്ല എന്ന് പറഞ്ഞത് ഞാനും കേട്ടിട്ടുണ്ട്. അതിനകത്ത് നോട്ടിഫിക്കേഷൻ അവിടെ വന്നിട്ടുണ്ട്. ഇഗ്നോന്റെ പ്രശ്നമില്ല എന്നല്ല, ബാക്കിയുള്ള അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 2021 ആക്ട് പ്രകാരം ആദ്യം തുടങ്ങുന്നത് അണ്ണാമല യൂണിവേഴ്സിറ്റിയിലാണ്. കാരണം അവർ കറക്റ്റായിട്ടുള്ള ഈ ഒരു UGCക്ക് കൊടുക്കേണ്ട ഒരുപാട് പേയ്മെൻറ്റുകളുണ്ട്, അല്ലെങ്കിൽ വർഷത്തിൽ പുതുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് എടുത്തിട്ടില്ല. അതുകൊണ്ട് അവിടെ നിന്നാണ് തുടങ്ങുന്നത്. പിന്നെ ഈ ഒരു ജെയിൻ യൂണിവേഴ്സിറ്റിയിലൊന്നും ഒരിക്കലും ആരും പോകരുത്. കാരണം പോയി കഴിഞ്ഞാൽ പെട്ടു, ഒരു തീരെ വാല്യൂ ഇല്ല. കാരണം അവർക്ക് വരുന്നവർക്കും പോകുന്നവർക്കൊക്കെ വാരി കൊടുക്കുന്ന സർട്ടിഫിക്കറ്റുകളാണ്. അപ്പോൾ പക്ഷേ MSc സൈക്കോളജി എന്ന് പറഞ്ഞാൽ അവിടെ നല്ല കണ്ടന്റുകളുണ്ട്. അവിടെ ഒരു സബ്ജക്റ്റൊക്കെ ഞാനും കണ്ടതാണ്. പക്ഷേങ്കിൽ ഇപ്പോഴത്തെ കാരണം ഈ പറഞ്ഞതുപോലെ വെറുതെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയിട്ട് വെറുതെ അങ്ങനെ ആദ്യമൊക്കെ UGC അപ്രൂവൽ കൊടുത്തതാണ്. പക്ഷേ ഇതിലൊക്കെ ഒരുപാട് പൊളിറ്റിക്കൽസ് കളികളും ഉണ്ടാവും, അത് നമ്മൾ നോക്കണം. എങ്കിൽ പോലും പിന്നെ എനിക്ക് തോന്നുന്നത് ഈ ഒരു ഇഗ്നോ UIനെ സംബന്ധിച്ചോണക്കാണ് ഇതുവരെ അറ്റസ്റ്റേഷൻ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അറ്റസ്റ്റേഷനുള്ള സാഹചര്യങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇഗ്നോക്ക് UAയിലൊക്കെ അതിന്റെ വാലിഡിറ്റി തുടങ്ങി. UAക്ക് ഒന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോ സർ, ഞാൻ സാറുടെ വിംബിൾ അക്കാഡമിയിലെ CBT പഠിച്ചു കണ്ടു തുടങ്ങിയതാ. CBT അപ്പൊ എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നി, സൈക്കോളജി പഠിക്കണം എന്ന് തോന്നി. സാറിന്റെ എല്ലാ ഇതിലും ഞാൻ വന്ന് വെബിനാർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ അങ്ങനെ ട്രിവാൻഡ്രത്ത് വന്നിട്ട്, ഞാൻ റിട്ടയർഡ് പേഴ്സണാ. അപ്പോ കണ്ടിന്യൂയിങ് അഡൽട്ട് എഡ്യൂക്കേഷൻ ഉണ്ട്, അവിടെ ഞാൻ സൈക്കോളജിക്ക് അപ്ലിക്കേഷൻ കൊടുത്തിട്ടിരിക്കുകയാണ്. അപ്പൊ എനിക്കിപ്പോഴും ഒരു കാര്യം, അത് പഠിച്ചു കഴിഞ്ഞാൽ PG ഡിപ്ലോമയാണ് സാർ അത്.
സൈക്കോളജി ആ ആൻഡ് കൗൺസിലിംഗ്. ആ അപ്പൊ അത് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് സാറെ പോലെ ഒരു കൗൺസിലർ ആവാൻ പറ്റുമോ? അതായത് ഞാൻ വേറെ എന്തെങ്കിലും പഠിക്കാൻ പോണോ? PG ഡിപ്ലോമ എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ എടുക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ അതിന്റെ കൂടെ നമ്മൾ ഒരു ഡിഗ്രി എങ്കിലും നല്ലത് എടുക്കണം സൈക്കോളജിയിൽ. ഓ ഓ ഡിഗ്രി ഒരു സൈക്കോളജി ഡിഗ്രി PG അങ്ങനെ പോയിക്കോട്ടെ. ഡിപ്ലോമ അല്ലേ? ഡിപ്ലോമ എന്ന് പറയും ഡിപ്ലോമന്റെ ക്വാളിറ്റിയെ നമുക്ക് ഉണ്ടാവും. അതൊക്കെ ഒരു സ്കിൽ ബേസ്ഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. നമുക്ക് കിട്ടേണ്ടത് ഒരു ഡിഗ്രിയോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേഷനോ. ഇപ്പോൾ നിങ്ങൾക്ക് ഡിഗ്രി ആയിട്ട് നോർമലായിട്ട് മറ്റേതെങ്കിലും സബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇഗ്നോന്റെ ഇപ്പോൾ ഇനി സബ്ജക്റ്റ് ആണ്. പിന്നെ അതേപോലെ ഭാരതിയാർ, സിംഗാനിയ അങ്ങനത്തെ ഒരുപാട് നല്ല യൂണിവേഴ്സിറ്റികൾ നമ്മളെ ഇന്ത്യയിൽ തന്നെ ഉണ്ട്. സൈക്കോളജി ഒക്കെ ഓൺലൈനിൽ കൊടുക്കുന്നത് കുറഞ്ഞ ഫീസിനുള്ളിൽ. അതിലേതെങ്കിലും എടുത്ത് നമ്മളൊരു PG ഡിഗ്രി ബേസിക് ആയിട്ട് അതിന്റെ കൂടെ കിടക്കട്ടെ PG ഒക്കെ ഈ പറഞ്ഞ ഡിപ്ലോമകളൊക്കെ. അതൊക്കെ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു യാത്രയ്ക്ക് ഏറ്റവും മനോഹരമാക്കുന്ന ഒരു രീതിയാണ്. എത്ര കോഴ്സുകൾ നമ്മൾ പഠിക്കുന്നുണ്ടോ അത്രയ്ക്ക് നമുക്ക് ക്വാളിറ്റി കൂടുകയുള്ളൂ. ഇന്നത് പഠിച്ചാൽ എനിക്കിപ്പോ സൈക്കോളജി, കൗൺസിലിംഗ്, സൈക്കോതെറാപ്പി ഇത് തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അപ്പൊ സൈക്കോതെറാപ്പി ആണോ നല്ലത്, സൈക്കോളജി ആണോ? അത് ഒന്ന് വ്യക്തമാക്കി തരുമോ സർ? സൈക്കോളജി എന്ന് പറയുന്നത് മനഃശാസ്ത്രമാണ്. ഓവറോൾ ഒരു മനുഷ്യന്റെ സ്വഭാവത്തെ കുറിച്ച് പഠിക്കുന്ന ഒരു മേഖല. അപ്പോൾ അതിൽ കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരാളെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ആളെ ഒന്ന് പ്രശ്നങ്ങൾ കേൾക്കാനും അത് പറഞ്ഞ് മനസ്സിലായി എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ പറഞ്ഞു കൊടുക്കുന്നതാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. സൈക്കോതെറാപ്പി എന്ന് പറയുന്നത് ഈ ഒരു കൗൺസിലിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസുകളാണ് സൈക്കോതെറാപ്പി എന്ന് പറയുന്നത്. അതായത് ഒരു മെന്റൽ ഡിസോർഡർ ഉള്ള ഒരു കുട്ടി നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഒരു തെറാപ്പി വേണം നമുക്ക് തോന്നാം. CBTയിൽ ഒരുപാട് ആപ്ലിക്കേഷൻ നമുക്ക് ആ കുട്ടിക്ക് കൊടുക്കുക. തോട്ട് റെക്കോർഡുകൾ അതേപോലെ ആ CBT മോഡലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുട്ടിക്ക് ഈ ഒരു തെറാപ്പിക്ക് നമ്മൾ അവിടെ പറ്റും. അല്ലെങ്കിൽ ഒരു ഇമോഷണൽ റെഗുലേഷൻ ബുദ്ധിമുട്ടുള്ള കുട്ടിക്കാണെങ്കിൽ നിങ്ങൾക്ക് തോന്നുകയാണ് DBT. ഏകദേശം ഒരു 167 അടുത്തോളം സൈക്കോ തെറാപ്പികൾ ഉണ്ട് നമ്മുടെ നാട്ടിൽ. അതിൽ ഏകദേശം 140 ഏകദേശം നമ്മൾ ഈ ഒരു വെബിനാർ തന്നെ അല്ല ഈ ഒരു വിമ്പിൽ തന്നെ നമുക്ക് ഒരു 40ഓളം തെറാപ്പികൾ ഞാൻ തന്നെ ഇവിടെ ഫ്രീ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. പറ്റുന്നവരൊക്കെ കേൾക്കുക, പഠിക്കുക. അപ്പോൾ അതാണ് സൈക്കോ തെറാപ്പി എന്ന് പറയുന്ന ഒരു ടൂൾസ് ആണ്. കൗൺസിലിംഗ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കൗൺസിൽ ചെയ്യുന്ന രീതി. അതെ, ഇത് ടെക്നിക്കലാണ് ഈ ഒരു സൈക്കോ തെറാപ്പി എന്ന് പറയുന്നത്. നമുക്ക് ഏത് വേണമെങ്കിൽ തെറാപ്പികൾ ഉപയോഗിക്കാം. CBT, DBT, RBT, അതേപോലെ കപ്പിൾ തെറാപ്പി ഉണ്ട് ഒരുപാട്. പിന്നെ ബിഹേവിയർ മാനേജ്മെന്റ് തെറാപ്പി ഉണ്ട്, സ്റ്റുഡൻറ് കൗൺസിലിംഗ്, സ്റ്റുഡൻറ് തെറാപ്പികൾ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെ ഒരു ഇത് തോന്നിയത്. അപ്പൊ സാറോട് എന്നെ ചോദിക്കും, ഞാൻ ഈ PG അഡൽട്ടിന് വേണ്ടിയുള്ള PG ഡിപ്ലോമ എന്ന് പറഞ്ഞപ്പോ ഞാൻ കയറി ജോയിൻ ചെയ്ത് 16,500 ഫീസും കൊടുത്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് സാറോടൊന്ന് ചോദിച്ചു മനസ്സിലാക്കിയിട്ട് ഇനി എന്താ അടുത്തത് ചെയ്യേണ്ടത്, അതായത് ഇതോടൊപ്പം എന്തെങ്കിലും കൂടെ ചെയ്യണോ എന്നൊന്ന് ചോദിക്കണം എന്ന് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് സർ. താങ്ക് യു സർ, താങ്ക് യു സാർ. സൂപ്പർ ആയിട്ട്. സാറേ നമുക്ക് ഇപ്പൊ ഞാൻ ഇഗ്നോയില് MA സൈക്കോളജിയാണ് ചെയ്യുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് PG ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ സൈക്കോളജി ചെയ്യാൻ പറ്റുമോ? അത് നമുക്ക് ഇവിടെ വല്ല ഓപ്ഷനും ഉണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന് പുറത്താണോ ചെയ്യാൻ പറ്റുക? ഏറ്റവും നല്ലത് കേരളത്തിന്റെ പുറത്താണ് നല്ലത്. കുറച്ച് ഫീസ് അഫോർഡബിൾ ആയിരിക്കും, നല്ല ടെക്നിക്കായിട്ട് കിട്ടും. കേരളത്തിലാകുമ്പോൾ ഒരുപാട് നൂലാമലകളാണ്. ഞാനിത് പഠിക്കുന്നല്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്ന അങ്ങനല്ല പറയുന്നത്. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിൻ്റെ കീഴിൽ കുറച്ച് ആ ഒരു RCA റെക്കഗ്നൈസ് 1-2 കോഴ്സിൽ കുറഞ്ഞ സീറ്റ് അതിലുണ്ടാവും. അതിപ്പോൾ എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല. അതേ സമയത്ത് ഇഗ്നോയിൽ തന്നെ PGDPC എന്ന് പറഞ്ഞ RCA റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സ് വരുന്നുണ്ട്. അത് ഓൺലൈനിലാണ്, ഡിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞാൽ 200 പേർക്കാണ് ഒരു വർഷം ഒരു വിൻഡോയിൽ പിന്നെ അക്കാദമിക് വിൻഡോയിലുള്ളത്. അത് ഇപ്രാവശ്യമാണ് ആ വിൻഡോ ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല. അത് ഈ ഒരു അലിഗേഷൻ വന്നത് കൊണ്ടാണ് സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ബെറ്റർ കേരളത്തിൻ്റെ പുറത്ത് ഏതെങ്കിലും നോർത്ത് യൂണിവേഴ്സിറ്റി മൈസൂരോ അല്ലെങ്കിൽ ആന്ധ്ര അങ്ങനെ. എൻ്റെ ഒരു സുഹൃത്ത് പോയി പഠിച്ചിട്ടുണ്ട്. അവനിപ്പോൾ മൈസൂരാണ് ക്ലിനിക്കൽ സൈക്കോളജി. ഇപ്പോൾ PG കഴിഞ്ഞവനാണ്. ഒരു വർഷത്തെ ഒരു RCA റെക്കഗ്നൈസ് ആയിട്ടുള്ള കോഴ്സ് അവന് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അന്വേഷിക്കുന്ന സമയത്ത് പല മേഖല നമുക്ക് അറിയാൻ പറ്റും. ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ പോയി നല്ലൊരു നമുക്ക് എക്സ്പീരിയൻസ് ആണ്. ഞാൻ ചെന്നൈ പഠിച്ചത് കൊണ്ട് പറയല്ല, എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഒരു 3-4 വർഷം കൊണ്ട് എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. എങ്ങനെ ആ കോളേജിന്റെ പേരൊന്ന് ഷെയർ ചെയ്യോ?
ലിങ്ക് അതിന്റെ ഫീ ആ ഡീറ്റെയിൽസ് എങ്ങനെ? ഞാൻ അവനോട് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എനിക്ക് ഇപ്പൊ പറയാനുള്ള ഒരു ഓർമ്മയില്ല. ഞാൻ നിങ്ങൾക്ക് ഇത് ഒന്നുകിൽ ഒന്ന് പേഴ്സണലായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. സർ അത് സാറേ റെഗുലർ ഒരു കോഴ്സ് ഡൗട്ടും ആണോ? കൂടി ഉണ്ട്. ആ അത് ചോദിച്ചോളൂ, നമ്മുടെ ഒരാൾ പി ചോദിച്ചോളൂ. ജി ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ സൈക്കോളജിയും പിന്നെ ആ ഇത് തന്നെ നമ്മൾക്ക് റീഹാബിലേഷൻ സൈക്കോളജി എന്ന് പറഞ്ഞിട്ട് രണ്ട് ഇതുണ്ടല്ലോ. അപ്പൊ ആ റീഹാബിലേഷൻ സൈക്കോളജി എന്താണെന്നും കൂടി ഒന്ന് പറഞ്ഞുതരാമോ? റീഹാബിലേഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് RC അപ്രൂവ്ഡ് ഉള്ള ആളുകളാണ്. RC അപ്രൂവ്ഡ് കോഴ്സുകളാണ്. അതായത് സ്പെസിഫിക് ആയിട്ടുള്ള പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഡെഫിഷ്യൻസി ഉള്ള കേസുകൾ, അതേപോലെ ലേണിംഗ് ഡിസോർഡർ ഉള്ള കേസുകൾ, അതൊക്കെയാണ് കൂടുതലായി സൈക്കാട്രി ലെവലുള്ള കേസുകളൊക്കെയാണ് റീഹാബിലിറ്റേഷനിൽ വരിക. അപ്പോൾ അതിൽ വരുന്ന സമയത്ത് അത് RCA അപ്രൂവ്ഡ് ആണ്. അതേ സമയത്ത് നമ്മൾ മറ്റൊരു ഭാഗം വരുന്ന സമയത്ത് ചിലപ്പോൾ മറ്റുള്ള ഏതെങ്കിലും കോഴ്സിൽ RCA അപ്രൂവ് ആയിക്കണം. ഇപ്പോൾ ഒരു PG കഴിഞ്ഞ് ഇപ്പോൾ MA സൈക്കോളജി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീഹാബിലിറ്റേഷൻ പോയി പണിയെടുക്കാനോ അല്ലെങ്കിൽ RCAൻ്റെ ഒരു പിന്നെ റിക്വസ്റ്റ് ഇടാനോ അല്ലെങ്കിൽ അപ്രൂവൽ നേടാനൊന്നും നമുക്കതിനില്ല. പക്ഷേ ഇത് കഴിഞ്ഞ് നമ്മൾ RCAൻ്റെ അണ്ടറിൽ വരുന്ന കോഴ്സുകൾ നമ്മൾ പഠിച്ചാൽ മാത്രമേ അതിൻ്റേതായിട്ടുള്ള അംഗീകാരങ്ങൾ നമുക്കുണ്ടാവും. അപ്പോൾ ഓക്കെ നിങ്ങൾ സാർ, താങ്ക് പഠിക്കുന്ന ഒരു സമയമാണെങ്കിൽ നല്ലൊരു കോഴ്സ് പോവുക, ക്ലിനിക്കൽ ബേസ് തന്നെ എക്സ്പീരിയൻസ് ഉള്ള കോഴ്സ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കോഴിക്കോടൊക്കെ ആണെങ്കിൽ നിംഹാൻസിലൊക്കെ ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ കിട്ടും. പിന്നെ അതേപോലെ കോഴിക്കോട് തന്നെ നടക്കാവ് പിന്നെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആയിട്ട് 2 വർഷത്തെ ഒരു BEഡോ അങ്ങനെ കുറേ കോഴ്സുകളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇപ്പോഴത്തെ പ്രാവശ്യത്തെ വിൻഡോ കഴിഞ്ഞു. അത് ഓൺലൈനൊന്നും അല്ല കേട്ടോ, ഓഫ്ലൈൻ തന്നെ. ഏകദേശം ഒരു 1.5 ലക്ഷം രൂപ ഫീസ് വരും. അപ്പോൾ അങ്ങനത്തെ അതൊക്കെ RCA അപ്രൂവ്ഡ് ആയിട്ടാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് എവിടെയായാലും കുഴപ്പമൊന്നുമില്ല. സ്പെസിഫിക് ആയിട്ടുള്ള ഓട്ടിസം പോലെ കേസുകളിലൊക്കെ നമുക്കുണ്ടെങ്കിൽ. ഇനി പുറത്തുള്ള ആളുകളാണെങ്കിൽ UAE വരുന്ന ആളുകളാണെങ്കിൽ ഇവിടെ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഇവിടെ ഗവൺമെൻറ് അബുദാബി അല്ലെങ്കിൽ ദുബായ് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ ഒരു ബിഹേവിയർ തെറാപ്പി എന്ന് പറയുന്ന സാധനം, ABAT IPT എന്ന് പറയുന്ന സാധനമുണ്ട്. അത് ഒരു 3 മാസത്തെ കോഴ്സാണ്. അത് കഴിഞ്ഞാൽ ഒരു സൂപ്പർവൈസിങ് എന്ന് പറയുന്ന ഒരു സൂപ്പർവിഷൻ മൊത്തം 4 മാസം. ആ 4 മാസം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഗവൺമെൻറ് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ജോലി ഇതിൽ കിട്ടും. അതും സാധ്യതകളാണ്. ഇപ്പം നിലവിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരുപാട് ആളുകൾ അത് ചെയ്തിട്ടുണ്ട്. ഞാനത് ചെയ്തിട്ടുള്ള 6 വർഷങ്ങൾക്ക് മുമ്പ് അത് റിലേറ്റഡ് ആയിട്ടാണ് ഞാനിവിടെ റീഹാബിലിറ്റേഷൻ കയറിയിട്ടുള്ളത്. ഞാൻ സാധാരണ കൗൺസിലിംഗ് സൈക്കോളജി പഠിച്ചിട്ടുള്ള ആളാണ്. MSc അപ്ലൈഡ് സൈക്കോളജിയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. സാർ ഞാനൊന്ന് പറയട്ടെ, ഞാൻ കോഴിക്കോടാണ്, പുഷ്പാന്റെ പേര്. ഉം. ആ പിന്നെ ചേവായൂര് CRC എന്ന് പറയുന്ന ഒരു സെന്റർ ഉണ്ട്. അവിടെ DED കോഴ്സ് ഒക്കെ ഉണ്ട് ഇങ്ങനത്തെ എല്ലാം. അതെ അതന്നെയാന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു നടക്കാവ് ആ ചേവാര ഭാഗത്ത് എവിടെയാണിത് സംഭവം. ചേവായൂര് CRC സെന്റർ എന്ന് പറയുന്നത് ആ ഹോസ്പിറ്റലിന്റെ അടുത്ത്. അതെ നല്ല വാലിഡിറ്റി ഉള്ള കോഴ്സുകളാണ് അതൊക്കെ അവർക്ക് കൊടുക്കുന്നത്. കോഴ്സ് ഉണ്ട്, 2 ഇയർ കോഴ്സ് ഒക്കെ ഉണ്ട് അവിടെ നടക്കുന്നത്. സാർ പറഞ്ഞ ഇതിനെപ്പറ്റി UAE ഉള്ള കോഴ്സേ അതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? ബേസിക് ക്വാളിഫിക്കേഷൻ വേണ്ടിയത്? നിങ്ങൾക്ക് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും അറിഞ്ഞാൽ മതി. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു ബേസിക് ആയിട്ട് ക്വാളിഫിക്കേഷൻ പോകുക എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു ഡിഗ്രി ഒക്കെ എന്തായാലും ഉണ്ടാവുമല്ലോ. ഡിഗ്രി ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ബാക്ക്ഗ്രൗണ്ട് സൈക്കോളജി തന്നെ വേണമെന്നില്ല. അങ്ങനെ ക്യാഷ് ഒക്കെ നല്ല എമൗണ്ട് ആവുമോ നമ്മുടെ നാട്ടില്? ക്യാഷ് ഞാൻ ഇപ്പോൾ നിലവിൽ അവരൊരു പിന്നെ എന്നോട് വേറൊരാൾക്ക് വേണ്ടി ഞാൻ ചോദിച്ച സമയത്ത് 1750 ദിർഹംസ് ആണ്. അപ്പോൾ ഏകദേശം നാട്ടിലെ ഒരു 35-40 രൂപ വരാൻ സാധ്യതയുണ്ട്. അത് ഓൺലൈൻ ആണോ അല്ലെ ഓഫ്ലൈനോ? ഓൺലൈനിലാണ്. ആദ്യം ഓഫ്ലൈനിൽ നമുക്ക് പ്രാക്ടിക്കൽ സെഷൻ ഉണ്ടാവും 4 ദിവസങ്ങളിൽ. അപ്പോൾ ആ പ്രാക്ടിക്കൽ സെഷന് വരെ ഇപ്പോൾ ഓൺലൈനിലാണ് കൊടുക്കുന്നത്. കുറേ കൂടുതലായിട്ട് ആളുകൾ ചേരുന്നത് കൊണ്ട്. സാറിന് അതിന്റെ എന്തെങ്കിലും അഡ്രസ്സോ നമ്പറോ അങ്ങനെ എന്താ ഉണ്ടെങ്കിലും നമ്മളെ ഗ്രൂപ്പിൽ ഇടാൻ പറ്റുമോ? ഞാൻ ഗ്രൂപ്പിൽ ഒന്ന് പേഴ്സണലായിട്ട് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഗ്രൂപ്പിലൊക്കെ പബ്ലിക് ആയിട്ട് ഒരുപാട് ആളുകളല്ലേ, നമ്മൾ അക്കാദമിന്റെ ഗ്രൂപ്പ് അല്ലേ. അങ്ങനെ ചില ആളുകൾ അപ്പോൾ നമുക്കത് ഇപ്പോൾ സാറിനോടൊക്കെ പെർമിഷൻ ചോദിക്കേണ്ടിയിട്ട് അപ്പോൾ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ അയച്ചു തരാം. ഓക്കെ, താങ്ക്സ്. ഓക്കെ, വേറെന്താണ് ചോദിക്കാം. ഇതില് സൈക്കോതെറാപ്പിയിൽ വല്ല സെൽഫ് തെറാപ്പി സൈക്കോതെറാപ്പി എന്തെങ്കിലും ഉണ്ടോ? സെൽഫായിട്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഇതിനെ കൊണ്ട് കിട്ടുമോ? സ്വന്തം മാനസിക ബുദ്ധിമുട്ടുകളെ എല്ലാ സൈക്കോതെറാപ്പി സെൽഫ് തന്നെയാണ്. എല്ലാ തെറാപ്പി പഠിച്ച് നിങ്ങൾ സ്വയമായിട്ട് പരീക്ഷിച്ച് നോക്കി നല്ല മാറ്റം ഉണ്ടാവും. നമുക്ക് ഇടയ്ക്കൊക്കെ ഒരു കിളിപോക്കൊക്കെ അല്ലേ, ആ കിളിപോക്കൊക്കെ നല്ലോണം മാറി കിട്ടും. എന്നിട്ട് നമുക്ക് ഐഡിയ കൊടുത്താൽ മതി.
സെൽഫ് തന്നെ നമ്മൾ ആദ്യം മാറ്റേണ്ടത്. അതെ അതെ അതെ. ഉം. എന്തായാലും നമ്മൾ സൈക്കോളജി പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് തന്നെ തോന്നും ഈ പറഞ്ഞ എല്ലാ സൂക്കേടും നമുക്കുണ്ട്. ആ സൂക്കേട് പകുതി മാറ്റൽ എങ്ങനെ ഈ സൈക്കോ തെറാപ്പി കൊണ്ടാണ്. ജേണൽ എഴുതി തുടങ്ങും, പിന്നെ തോട്ട് റെക്കോർഡ് ചെയ്ത് തുടങ്ങും, പിന്നെ ആരോട് നമ്മൾ എനിക്ക് ഇന്തോ പ്രശ്നമുണ്ട് ഇത് പറഞ്ഞു കൊടുക്കും. അങ്ങനെ അങ്ങനെയാണ് നമുക്ക് ഈ ഒരു മേഖല ജോലി ചെയ്യുന്ന സമയത്ത് വരെ നമുക്ക് പ്രശ്നങ്ങളാണ് മെന്റലി. ഓരോ ദിവസം ഇങ്ങനെ റെഫറൻസ് ചെയ്ത് കൊടുക്കുകയല്ലേ. ഇപ്പോൾ ഒന്ന് DSM-5 കിട്ടുകയാണെങ്കിൽ അടുത്ത DSM-4 എന്നായിരിക്കും, അല്ലെങ്കിൽ IC-10 പോയി ലെവലിലേക്ക് ഇങ്ങനെ കയറി കയറി പോവുകയാണ് ഓരോന്ന് അന്വേഷിച്ചിട്ട്. അപ്പോൾ അന്വേഷിക്കുന്നതനുസരിച്ച് നമുക്ക് നോളജ് കൂടും, നമുക്ക് അതിൻ്റെ അവയർനെസ് കൂടുമ്പോൾ നമ്മളെ ഉള്ളിൽ കിടക്കുന്ന പ്രയാസങ്ങൾ ഇതൊന്നുമല്ല, ഇതൊക്കെ വെറും തോന്നൽ മാത്രമാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവും. ഇത് എല്ലാ പ്രയാസങ്ങളും ഒരു മാനസിക പ്രയാസങ്ങളായി തീരില്ല എപ്പോഴും. അതെ അതെ. മറ്റെന്ത് പ്രയാസങ്ങളും അതിനൊരു മെന്റൽ എലിമെന്റ് ഉണ്ടാവുമല്ലോ. അതുണ്ടാവും. ഒരു സൂക്കേട് ഒരു മെന്റൽ എലമെന്റ് നമുക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നത് RBT ആണ് ഉപയോഗിക്കുന്ന ഒരു ടൂൾ തെറാപ്പി ആണെങ്കിൽ, ആ മെന്റൽ എലമെന്റ് നിങ്ങൾ അനുഭവിക്കുന്ന ഇമോഷൻ എന്താണ്, മാനസികമായിട്ടുള്ള വികാരം എന്താണ്, ആ വികാരം എവിടെ നിന്നാണ് വന്നത്, അതാണ് കണ്ടെത്തുകയാണ് ഈ ഒരു RBT. ആ ഒരു വികാരം കൊണ്ട് നിങ്ങളുടെ മനസ്സിലൂടെ ഒരുപാട് തെറ്റായിട്ടുള്ള ചിന്തകൾ കടന്നു വരികയാണ്. ആ ചിന്തകൾ കാരണം നിങ്ങൾ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്, നിങ്ങൾ കുട്ടികളുടെ അടുത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്, കൊളീഗിനോട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. ഇതെവിടെ നിന്നാണ് തുടങ്ങിയിട്ടുള്ളത്? ചെറിയൊരു സിറ്റുവേഷന്, അതായത് നിങ്ങൾക്ക് ചെറിയൊരു ടെൻഷൻ വന്നു, അപ്പം അല്ലെങ്കിൽ നാളെ ആർക്കും നിങ്ങൾക്ക് കാശ് കൊടുക്കാണ്ട് ഉണ്ടെന്നല്ല, ഉദാഹരണം കൊടുക്കാണ്ട് വിചാരിക്കുക. അപ്പോൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ക്യാഷ് എവിടെ നിന്നും കിട്ടിയിട്ടില്ല. അപ്പം അല്ലെങ്കിൽ എന്താ, പല ആൾക്കാരോട് ചോദിച്ചതാണ്. ഞാൻ ഒരുപാട് ആൾക്കാരെ സഹായിച്ചിട്ടുള്ള ഒരാളാണ്, പക്ഷേ ഈ ഒരു സഹായം ആരും സഹായിക്കാനില്ല, ആളുകളെ വിളിച്ച് ഫോൺ എടുക്കുന്നില്ല. കൊടുക്കാനുള്ള ആളെന്താണ്, നിരന്തരമായി നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന ചിന്ത എന്തായിരിക്കും? നിങ്ങൾ തന്നെ പറയാം, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ആദ്യത്തെ ചിന്ത എന്താണ്? ഒരു ഹെൽപ്ലെസ്നെസ്. അതെ, ഹെൽപ്ലെസ്സിന് പുറമെ ദേഷ്യവും സങ്കടവും എല്ലാം വരും. അതിനപ്പുറം നമ്മളൊന്ന് ഒരു വേറെ സാധനം വരാണ്ട് അവിടെ. അതായത് ഞാൻ പല ആൾക്കാരെ സഹായിച്ചിട്ടും എന്നെ ഈ ഒരു സാഹചര്യത്തിൽ സഹായിക്കാൻ ആരും ഇല്ല എന്നുള്ളത്. അതുപോലെ ഫീലിങ്സ് എന്താണ്, ദേഷ്യവും അതൊക്കെയാ. ഇത് കാരണം എന്തായിരിക്കും, ഈ പറഞ്ഞിട്ടുള്ള നമ്മൾ വിളിച്ചിട്ട് സഹായിച്ച ആളുകളൊക്കെ ദേഷ്യമായിരിക്കും. പതിയെ പതിയെ അവരുമായിട്ട് കോണ്ടാക്ട് നമ്മൾ പതിയെ മാറ്റി നിർത്തും. ചിലപ്പോൾ അവര് ചിലപ്പോൾ ആ സാഹചര്യം അവരെ ക്യാഷ് ഉണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ നമ്മൾ അത് മനസ്സിലാക്കാതെ, ഞാനും മുമ്പ് ഒരുപാട് ആൾക്കാരെ സഹായിച്ചതാ, എനിക്കൊരു ആവശ്യം വന്നപ്പോൾ എന്നെ സഹായിക്കാൻ പറ്റിയിട്ടില്ല. അതേ സമയത്ത് നിങ്ങൾ ഇവിടെ ചിന്തിക്കുകയാണ്, അവന്റെ കാശ് ഇല്ലാത്തത് കൊണ്ടാണ് അവൻ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ കാശ് കൊടുക്കാത്തുള്ള ആളോട് ഒന്നുകൂടി വിളിച്ച് പറയാം, എനിക്ക് നാളേക്ക് കാശ് ഒപ്പിക്കാൻ പറ്റിയില്ല, എനിക്ക് കുറച്ചുകൂടി സമയം വേണം, ഞാൻ മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ചിന്ത നമ്മുടെ സ്പോട്ടിൽ വരികയാണെങ്കിൽ അവിടെ ഒരു മെന്റൽ ഇൽനെസ്സിലേക്ക് നമ്മൾ പോകില്ല. അത് മറിച്ച് ഈ പറഞ്ഞ നെഗറ്റീവായ ചിന്തകൾ വരുന്ന സമയത്ത് നിങ്ങൾ അയാളെ ഫോൺ എടുക്കൂല, വിളിച്ചാൽ ഫോൺ എടുക്കൂല, വീട്ടിൽ വന്ന് ഭാര്യനോട് ഒരുപാട് ദേഷ്യവും, നിങ്ങളൊക്കെയാണ് എല്ലാത്തിനും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, കുട്ടികളോട് വെറുതെ അവരോട് ചൂടാവും, പിന്നെ ജോലിക്ക് പോകുന്ന സ്ഥലത്ത് അവിടെ പ്രശ്നങ്ങളായിരിക്കും, പിന്നെ പതിയെ പതിയെ നിങ്ങൾക്ക് ഒരു ആങ്സൈറ്റി കൂടും, എല്ലാത്തിനും ഒരു പേടി കൊടുക്കും, എനിക്ക് എവിടെയും ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ പൂർണ്ണമായിട്ടും തകർന്നു പോയി എന്നുള്ളത്. ഇത് കാരണം എന്താണ്, ഈ ഒരു സ്വഭാവം കാരണം പതിയെ ഭാര്യ നിങ്ങൾ പഴയതുപോലെ അടുത്ത് സംസാരിക്കുന്നില്ല, കുട്ടികൾ ഇത് സംസാരിക്കാണ്ടാവുമ്പോൾ നിങ്ങൾക്ക് പിന്നെയും പേടി, പിന്നെ ആൾക്കാർക്ക് ആർക്കും ഇഷ്ടമല്ല, കുടുംബത്തിലൊരു വിലയില്ലാന്ന്. അവിടെ നിങ്ങൾക്ക് ഒരു പേഴ്സണാലിറ്റി ട്രേറ്റ് വരാൻ സാധ്യതയുണ്ട്, അതായത് പേഴ്സണാലിറ്റി വൈകല്യം. എവിടെന്നാ തുടങ്ങിയിട്ടുണ്ടാകുന്നത്? ഒരു പൈസന്റെ കേസിലാണ് തുടങ്ങിയിട്ടുള്ളത്. എവിടെ അവസാനിപ്പിച്ചത്? സ്വന്തം സ്വഭാവം തന്നെ മാറ്റി വെക്കുന്ന രീതിയിൽ. ഇതാണ് ചിന്തകൾ. ഇവിടെയാണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്നൊക്കെ പറയുന്ന ആ ഒരു. അതെ, ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ആ ഇന്റലിജൻസിനെയാണ് ഇമോഷണൽ റെഗുലേഷൻസ് ആക്കി നമ്മൾ മാറ്റേണ്ടത്. അതല്ല, ഇത് സാറും പറഞ്ഞ കാര്യങ്ങൾ അത് എല്ലാ മനുഷ്യർക്കും ഇതേമാതിരി അല്ലല്ലോ ഉണ്ടാവും അല്ലേ? ചിലര് ചെയ്യും, ചിലര് സെൻസിറ്റീവ് ആയിരിക്കും ചെയ്യും. ജന്മനാ കിട്ടുന്നതാണോ അതോ ജന്മനാ കിട്ടുന്നതാ? ചില കേസുകളൊക്കെ ജന്മനാ കിട്ടുന്നത്. ചിലപ്പോൾ വീട്ടിൽ ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ വാപ്പക്കും ഉമ്മക്കും ഇതേ പറഞ്ഞ പോലെ ആങ്സൈറ്റിയും ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള എല്ലാത്തിനും എപ്പോഴും ടെൻഷനും കാര്യങ്ങളുള്ള ആളുകളാണ്. ആ വരുന്ന കുട്ടിക്കും ആ ഒരു പിന്നെ ഈ പറഞ്ഞ ജനറേഷൻ വരെയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് OCD പോലുള്ള കേസുകൾ, ഹൈ ആയിട്ടുള്ള ആങ്സൈറ്റികൾ,
പിന്നെ ചെറിയ വയസ്സ് കുട്ടികളെ വളരെയധികം നിയന്ത്രണത്തിൽ വളർത്തിയ പാരൻ്റ് ഒക്കെ ആണെങ്കിൽ ആ കുട്ടി വളർന്നു കഴിഞ്ഞാൽ ഒരു ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ആയി മാറും. ഒരാളെ സഹായം അല്ലാണ്ട് അവനൊന്നും ചെയ്യാൻ പറ്റില്ല. എങ്ങോട്ട് വേണമെങ്കിലും ഒരാൾ ഇപ്പം അറ്റ്ലീസ്റ്റ് കല്യാണം കഴിഞ്ഞാൽ പോലും ഭാര്യനെ എല്ലാത്തിനും ഡിപ്പെൻഡ് ചെയ്യുന്ന അവസ്ഥ. ഒരു സാധനം വാങ്ങാൻ പോകാൻ പേടിയാണ്, ആളുകൾ സംസാരിക്കാൻ നിൽക്കൂല. ഇതൊക്കെ ചില നമ്മുടെ നാട്ടിൽ അവന് പെൺകോന്തനാണ്, അവളെ പിന്നെ ഇതിൽ കയ്യാണ്, അങ്ങനത്തെ ആളുകൾ ഉണ്ടെന്നല്ല. പക്ഷെ എങ്കിൽ ഇത് എന്തുകൊണ്ടാണ് ഇയാൾ അങ്ങനെ ആയി പോകുന്നത്? അയാൾ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ അയാൾ എങ്ങനെയാണ് വളർന്നു വന്നിട്ടുള്ളത്? ഈ ഒരു ശൈലിയായിരിക്കും, ജീവിത ശൈലിയായിരിക്കും. പാരന്റ് അങ്ങനെ വളർത്തിയിട്ടുള്ളതാണ്. ചെറുപ്പത്തിലെ കുട്ടിക്ക് ഫ്രീഡം കൊടുക്കേണ്ടത് ഫ്രീഡം കൊടുക്കുന്നില്ല. എല്ലാം നിയന്ത്രണത്തിൽ ഞങ്ങൾ പറയുന്നത് പോലെ ചെയ്യാൻ പറ്റൂ, ഞങ്ങൾ പറഞ്ഞതേ പഠിക്കാൻ പറ്റൂ, ഞങ്ങൾ പറയുന്നത് പറഞ്ഞത്തെ കളിക്കാൻ പറ്റൂ, ഞങ്ങൾ പറയുന്നത്തെ മൊബൈൽ എടുക്കാൻ പറ്റൂ. ഇങ്ങനത്തെ ഒരുപാട് കൺട്രോൾഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അവരെ ലൈഫിൽ കൊടുക്കുമ്പോൾ അവരെ ബാധിക്കുന്നത് ആ ഒരു സിറ്റുവേഷൻ മാത്രമല്ല, അവരുടെ ലൈഫ് ലോങ് ആണ്. ഈ ഡിപ്പെൻഡൻ്റ് ആയിട്ട് കുറേ കാലം ഒരു 30, 35, 40 വയസ്സാകുമ്പോൾ അയാൾക്ക് സ്വയമായിട്ടൊരു ഡിസിഷൻ എടുക്കും. സ്വന്തം മകളെ കല്യാണം വരുന്ന സമയത്ത് പോലും ഈ മകൾക്ക് എൻ്റെ ലൈഫ് പോലെ ആവരുന്ന ചിന്ത ഉള്ളിലുണ്ടെങ്കിലും കറക്റ്റായിട്ട് അവർക്ക് തോന്നൂല. അതേ സമയത്ത് വീട്ടിലെന്നും അടിപിടി ഉണ്ടാകുന്ന സമയത്ത് സ്വന്തം ഭാര്യനെ ഭാര്യൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർ നിരന്തരമായിട്ട് ഉപദ്രവിക്കുകയാണ്. ആ ഉപദ്രവിക്കുന്ന സമയത്ത് ഇയാൾ തോന്നുകയാണ്, ഞാൻ ഈ സമയത്ത് പ്രതികരിച്ചാൽ എനിക്ക് കുടുംബത്തിൽ നിന്നുള്ള സപ്പോർട്ട് ഇല്ലാണ്ടായി പോകും, അപ്പം മെല്ലെ ഇവിടുന്ന് ഒന്ന് മാറി നിൽക്കുക, അല്ലെ മിണ്ടാണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ കേസുകളൊക്കെ എന്താണ് ഡൈവോഴ്സിട്ട് പല കേസുകളായി പോകും. കാരണം ആ പെൺകുട്ടിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല, ഭർത്താവിന്റെ സപ്പോർട്ട് ഇല്ല. കാരണം ഇയാൾ ഇങ്ങനെ വളർന്നത് മനുഷ്യനാണ്. അതൊക്കെ പേരന്റിങ്ങിലുള്ള സാഹചര്യം പ്രശ്നങ്ങളാണ് അധികം 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 ഈ പാരന്റിന്റെ ലോകത്തുള്ള പ്രശ്നങ്ങളായിരിക്കും. വർഷങ്ങളിൽ ഈ ലോകത്തുള്ള വർഷങ്ങളിൽ തന്നെ മിക്കതും എനിക്ക് തോന്നുന്നു പേരന്റിങ്ങിലുള്ള വർഷങ്ങൾ തന്നെയാന്ന് തോന്നുന്നു. അതെ, പാരന്റിങ്ങിന്റെ പ്രശ്നങ്ങൾ തന്നെ. നമ്മൾ നമ്മുടെ കുട്ടികളെ എങ്ങനെ നോക്കുന്നു, എങ്ങനെ വളർത്തുന്നുണ്ട്, അത് പിന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതേ സമയത്ത് നമ്മൾ പേരന്റ്സിന് മോശമായ ഗൈഡ് ലൈൻസ് ഒന്നും കിട്ടുന്നില്ല. പേരന്റ് ആകുന്നതിന് മുമ്പ് ഒന്നും പ്രത്യേകിച്ച് ഒരു ഗൈഡ് ലൈൻ ഇല്ലാണ്ട് പേരന്റ് ആകുന്നില്ല പലരും, അല്ലേ? അതല്ലേ അതെ, സംഭവിക്കുന്നത്? അതും ആ പക്ഷെങ്കിലേ അതെ, അവിടെ ഗൈഡ് ലൈൻസിന്റെ ആവശ്യം വരുന്നില്ല. പക്ഷെ അങ്ങനെ ഗൈഡ് ലൈൻസ് കിട്ടാത്ത ആളുകൾക്ക് എന്താ അറിയോ, മുമ്പ് അവരുടെ ജീവിതത്തിൽ നല്ലത് കിട്ടിയിട്ടില്ല, സ്വന്തം അച്ഛൻ്റെ അപ്പുറത്ത് കിട്ടിയിട്ടില്ല. അങ്ങനത്തെ ആളുകളാണ് പെട്ടെന്ന് ഒരു പാരന്റ് ആവുന്ന സമയത്ത് അവർക്ക് കൺഫ്യൂഷൻ, എന്താ ചെയ്യുക, കുട്ടീനെ ഏതൊക്കെ രീതിയിലാണ് വളർത്തേണ്ടത്, കുട്ടീൻ്റെ ഡെവലപ്മെന്റ് സ്റ്റേജുകൾ എന്തൊക്കെയാണ്, കുട്ടിക്ക് കറക്റ്റ് സമയത്ത് എന്താ കൊടുക്കേണ്ടത്, ഇതൊക്കെ അവർക്ക് അറിയാണ്ടായി പോകും. അതേ സമയത്ത് നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, ഏത് സാഹചര്യം പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു ഫാമിലീസാണ്, ചെറുപ്പക്കാരാണ്, അവർ കല്യാണം കഴിഞ്ഞിട്ട് അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, അവർക്ക് സൈക്കോ എഡ്യൂക്കേഷൻ്റെ ആവശ്യമില്ല, അവർക്കൊരു കുഞ്ഞുണ്ടായ അവർക്ക് നോക്കാൻ അറിയാം. അവരെല്ലാം കാരണം അവർ ബാക്കപ്പ് ആരാണ്? അവരെ പാരന്റ് തന്നെയാണ് ഈ രണ്ടുപേര്. ചില പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞു എന്നാൽ വളരെയധികം മെച്യൂരിറ്റി കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് ആ കുടുംബത്തിൻ്റെത് തന്നെയാണ്. കാരണം കുടുംബത്തിൽ എല്ലാ ദിവസവും കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ആ കുടുംബത്തിൽ ഒരാളായിട്ട് മാറുക. ഇനിയിപ്പോൾ ഒരു 5 കൊല്ലമായിട്ടും ഇതൊരു കുടുംബത്തിൽ സെറ്റ് ആവാത്ത ആൾക്കാരും ഇല്ലേ? എന്തുകൊണ്ടാണ്? അതപ്പോൾ ഒരേ രീതിയിലല്ല, പല രീതിയിലും എന്താണ്, പല കൾച്ചറിലും പല സ്വഭാവത്തിലും വരുന്ന ആളുകളാണ്. പ്രത്യേകിച്ച് ഫാമിലി, ഞാൻ എപ്പോഴും ഫാമിലി കേസ്, കപ്പിൾസ് കേസുകൾ വരുന്ന ഞാൻ ആദ്യം പറയുന്നത്, നിങ്ങൾ 2 ലൊക്കാലിറ്റിയിൽ വന്ന ആളുകളാണ്, 2 സ്വഭാവക്കാരാണ്. നിങ്ങൾ രണ്ടാളെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ സ്വയം ഒന്ന് മനസ്സിലാക്കി, ഞാൻ ഇന്ന ലൊക്കാലിറ്റി ഇന്ന ശീലങ്ങളുമായിട്ട് വന്നിട്ടുള്ള ഒരാളാണ്. ആ ശീലങ്ങൾ എന്താണ്, മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കാതെ എനിക്ക് മോശമാവാത്ത രീതിയിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അതേ സമയത്ത് ഭർത്താവ് ചെക്കൻ പറയാണ്, ഇത് മാത്രമേ ഇവിടെ നടക്കൂ, അവക്കാണ് വാശി, എന്നെ അതിനൊന്നും കിട്ടില്ല, എനിക്ക് പഠിക്കാൻ പോകണം, ജോലിക്ക് പോകണം, അങ്ങനത്തെ കാര്യങ്ങൾ അവളാണെങ്കിൽ പ്രശ്നങ്ങൾ തുടങ്ങി അവിടെ. കാരണം അവിടെ രണ്ടാളുടെ വാല്യൂസ് അവർ മനസ്സിലാക്കുന്നില്ല. അവന് കുറേ നിഷ്ഠകൾ ഉണ്ടാവും, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവൾ തോന്നണം അയാൾ ഇങ്ങനെയാണ്, കുറഞ്ഞ ദിവസം ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ അവൻ പറയുന്നത് നോക്കാം, പിന്നെ അതിൽ ചില മാറ്റങ്ങൾ എനിക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ മാറ്റങ്ങൾ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ തുടക്കത്തിൽ തന്നെ ആ പെൺകുട്ടി എതിർക്കുകയാണ്, അല്ലെങ്കിൽ അവനിങ്ങനെ ചെയ്യുകയാണ് ഇവളോട്. അപ്പോൾ അവർക്ക് രണ്ടാൾക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല, പ്രശ്നങ്ങൾ അവിടെ തുടങ്ങും. ഇല്ല, രണ്ടാൾ തമ്മിൽ അങ്ങനെ യോജിച്ച് കുറെ കാലം ജീവിക്കുന്നതാണ് എനിക്ക് അത്ഭുതമായിട്ട് തോന്നുന്നത്. അതെ, ഒരു ബോണ്ടിങ് ഉണ്ടാവില്ല. അവര് അത് ബൗണ്ടറി, വല്ലാത്തൊരു നമ്മൾ അത്ഭുതമാണ്. നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു പിന്നെ ബൗണ്ടറി ഡിലേമ നമ്മൾ പറഞ്ഞില്ലേ, ആ സാധനം അവിടെ ഉണ്ടാവില്ല. അവർ ജീവിക്കുന്നുണ്ടാവും, ആളുകളെ മുമ്പിൽ സന്തോഷമായിരിക്കും, പക്ഷെ ഉള്ളിൽ അവർ മാനസികമായിട്ടൊന്നും വലിയ അടുപ്പുണ്ടാവില്ല. അവർ കാരണം കമ്മ്യൂണിക്കേഷൻ വളരെ കുറവായിരിക്കും അങ്ങനത്തെ ആളുകൾ. അതെ, താങ്ക്സ് സാർ. ഓക്കെ, താങ്ക് യു. ഓക്കെ,
അപ്പോൾ നല്ലൊരു സെഷൻ ആയെന്ന് വിചാരിക്കും. നമുക്ക് നിർത്താം അല്ലേ? അടുത്ത ആഴ്ച ഏതെങ്കിലും വിജയ പോലെ നല്ല ടോപ്പിക് ആയിട്ട് വരാം. ഓക്കെ സാർ, ഇതിന്റെ താങ്ക് യു PPT വെരി ഞാൻ മച്ച്. ഗ്രൂപ്പിൽ ഓക്കെ ഗ്രൂപ്പിൽ സർ, ഷെയർ താങ്ക് യു ചെയ്യുന്നുണ്ട്. സർ. താങ്ക് യു. എൻ്റെ നമ്പർ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യാം. അതൊക്കെ വേണമെങ്കിൽ ആരും ചോദിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. വാട്സപ്പ് നമ്പറാണ് 0. ഓക്കെ. ആർക്കൊന്ന് പറയാൻ പറ്റുമോ സാർ? ഞാനൊന്ന് എഴുതിയെടുത്തോട്ടെ. 00971 1 സെക്കൻഡ് സാർ. 00971 55 55 43 43 90 90 589. 589. താങ്ക് യു സാർ. താങ്ക് യു. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എനിക്ക് വിളിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ടാ സാർ. ആയിക്കോട്ടെ. താങ്ക് യു. താങ്ക് യു. ഓക്കെ സാർ, താങ്ക് യു.